ത്രിയേക ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഹബക്കൂക്ക് പ്രവചനം 3-ാം അധ്യായം 17 മുതൽ 19 വചനഭാഗമാണ്. ഹബക്കൂക്കിന്റെ പുസ്തകം 3-ാം അധ്യായം 17 മുതൽ 19 വരെയുള്ള വചനഭാഗമാണ്. അത്തിവൃക്ഷം തളിർക്കുകയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാവുകയില്ല, ഒലിവ് മരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയ്ക്കുകയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കുകയില്ല. ഇനിയുള്ള വചനം ശ്രദ്ധിക്കണേ. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ച് ഉല്ലസിക്കും. യഹോവയായ കർത്താവ് എൻ്റെ ബലമാകുന്നു, അവൻ എൻ്റെ കാൽ പേടമാൻ കാൽ പോലെ ആക്കുന്നു, ഉന്നതങ്ങളിന്മേൽ എന്നെ നടക്കുമാറാക്കുന്നു. ദൈവത്തിന്റെ സ്തുതി. പ്രിയപ്പെട്ടവരെ, ഹബക്കൂക്ക് പ്രവാചകൻ ചെറിയ പ്രവാചകന്മാരിൽ ഒരാൾ എന്നറിയപ്പെടുന്ന പ്രവാചകനാണ് ഹബക്കൂക്ക് പ്രവാചകൻ. നഹൂം, സഫന്യാവ് തുടങ്ങിയ പ്രവാചകന്മാരുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു പ്രവാചകൻ, അതിശ്രേഷ്ഠനായ ഒരു പ്രവാചകൻ. അദ്ദേഹം ജീവിച്ച കാലഘട്ടത്തെക്കുറിച്ച് പറയുന്നത് അന്ധകാരം നിറഞ്ഞ കാലഘട്ടമെന്നാണ്. നീതിയും ന്യായവും സമാധാനവും സ്വസ്ഥതയും ഒക്കെ എല്ലാ രീതിയിലും നഷ്ടപ്പെട്ട ഒരു കാലഘട്ടത്തിൽ, വേദന നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ ജീവിച്ച പ്രവാചകനാണ് ഹബക്കൂക്ക് പ്രവാചകൻ. ആ കാലഘട്ടത്തെക്കുറിച്ചാണ് 17-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു കേട്ടത്. ആ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയാണ് ഇവിടെ 3-ാം അധ്യായം 17-ാം വാക്യത്തിൽ പ്രവാചകൻ പറയുന്നത്. പക്ഷെ പ്രവാചകൻ ആ പ്രതിസന്ധിയെ എങ്ങനെ തരണം ചെയ്യുന്നു എന്നുള്ളതാണ് 18-ഉം 19-ഉം വാക്യം. പ്രിയപ്പെട്ടവരെ, ഈ പ്രവചന പുസ്തകത്തിൽ ഇന്ന് വായിച്ചു കേട്ട ഈ 17-ാം വാക്യവും ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന, നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹവുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വചനഭാഗം ദൈവത്തിൽ ആശ്രയിച്ച് എടുത്തത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ കാണുകയാണ്, ഒന്നാമതായിട്ട് കാണുന്നത്, ഒന്നാമത്തെ പ്രശ്നം ഇതാ, തൻ്റെ കാലഘട്ടത്തെക്കുറിച്ച് പ്രവാചകൻ പറയുകയാണ്. ഒന്നാമത്തെ കാര്യം അദ്ദേഹം കാണുന്നത്, അത്തിവൃക്ഷം തളിർക്കുന്നില്ല. അത്തിവൃക്ഷത്തിന്റെ ആകർഷണത എന്ന് പറയുന്നത് അതിന്റെ പച്ചപ്പാണ്. അത്തിവൃക്ഷത്തിന്റെ ആകർഷണത എന്ന് പറയുന്നത് അതിന്റെ പച്ചപ്പാണ്. ഇടതൂർന്ന് നിൽക്കുന്ന ഇലകളാണ് അത്തിവൃക്ഷത്തിന്റെ ആകർഷണം എന്ന് പറയുന്നത്. ഇവിടെ പ്രവാചകൻ പറയുകയാണ്, ഇതാ ഇല പോയിട്ട്, ഇടതൂർന്ന് നിൽക്കുന്ന ഇല പോയിട്ട് ഒരു തളിർപ്പ് പോലും കാണുന്നില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം തൻ്റെ ജീവിത കാലഘട്ടത്തെക്കുറിച്ച്, താൻ ജീവിക്കുന്ന ആ നാളുകളെ കുറിച്ച് പറയുകയാണ്. ജീവിതത്തിൽ പച്ചപ്പ് നഷ്ടപ്പെട്ട ഒരു കാലഘട്ടത്തിൽ ഞാൻ ജീവിച്ചിരിക്കുന്നു. പ്രവാചകൻ പറയുന്നു, ജീവിതത്തിൽ പച്ചപ്പ് നഷ്ടപ്പെട്ട ഒരു കാലഘട്ടത്തിൽ ഞാൻ ജീവിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ നാളുകളെ കുറിച്ച് നമുക്കും പറയാൻ സാധിക്കും, ജീവിതത്തിൽ ശോഭ കെട്ടുപോയ ഒരു കാലം, ഇതാ പച്ചപ്പ് നഷ്ടപ്പെട്ട ഒരു കാലഘട്ടത്തിൽ നമ്മളും ജീവിച്ചിരിക്കുന്നു. ചുറ്റുപാട് നോക്കുമ്പോൾ പ്രതിസന്ധിയുടെ അങ്ങേ അറ്റത്തൂടിയാണ് മനുഷ്യരെല്ലാം കടന്നു പോകുന്നത്. എങ്ങനെ ഈ പ്രശ്നത്തെ, തങ്ങളുടെ മുമ്പിലുള്ള പ്രശ്നങ്ങളെ എങ്ങനെ തരണം ചെയ്യണമെന്ന് അറിയാതെ മനുഷ്യൻ ബുദ്ധിമുട്ടുകയാണ്. ഇന്നലെ വന്ന ഒരു ഫോൺ കോളിന്റെ പശ്ചാത്തലത്തിൽ ഒരു കാര്യം പറയാം. ഇന്നലെ വന്നു, അതിന് മുമ്പ് കുറച്ച് ദിവസങ്ങളിൽ എനിക്ക് വന്നൊരു ഫോൺ കോളുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, സൗദിയിൽ നല്ല രീതിയിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ, ഇത് ഓൺലൈൻ വഴി ഉള്ളത് കൊണ്ട് ആ മനുഷ്യന്റെ പേര് ഞാൻ പറയുന്നില്ല. ഈ പ്രതിസന്ധിയുടെ പകുതി കാര്യങ്ങൾ പോലും അദ്ദേഹത്തിന്റെ ഭവനക്കാർക്ക് അറിയത്തില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ പേര് പറയാത്തത്. കോട്ടയം സ്വദേശിയായ ഒരു മനുഷ്യനാണ്. സൗദിയിൽ നല്ല രീതിയിൽ ബിസിനസ് നടത്തിക്കൊണ്ടിരുന്ന മനുഷ്യൻ. സത്യം പറഞ്ഞാൽ നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞാൽ കോടീശ്വരനായിരിക്കുന്ന ഒരു മനുഷ്യൻ. കൊറോണ തുടങ്ങിക്കഴിഞ്ഞ് തിരിച്ചടികളുടെ കാലഘട്ടമായിരുന്നു അദ്ദേഹത്തിന്. എന്ന് പറഞ്ഞാൽ ഒരു 3 മാസം മുമ്പ് അദ്ദേഹത്തിന്റെ അവസ്ഥയെന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, കോടീശ്വരനായിരുന്ന മനുഷ്യൻ കോടികളുടെ കടബാധ്യതയിലേക്ക് ആയി. കോടീശ്വരനായിരുന്ന മനുഷ്യൻ കോടികളുടെ കടബാധ്യതയിലേക്കായി. കോവിഡിന് തൊട്ട് മുമ്പാണ് വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ അദ്ദേഹം നടത്തിയത്. അതെല്ലാം പാഴായി പോയി. തൻ്റെ കയ്യിലുള്ളതും പോയി. വലിയ കടബാധ്യതയിലേക്ക് ആ മനുഷ്യൻ ആകപ്പെട്ടു. ഇതാ സൗദിയിലെ ഇന്ന് രക്ഷപ്പെട്ടു പോരാൻ ഒരു നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ ആ മനുഷ്യൻ വന്നു. താൻ ആയിരിക്കുന്നിടത്ത് നിന്ന് ആ മനുഷ്യൻ ഒളിച്ചോടി. തൻ്റെ ആകപ്പാടി ഒളിച്ചോടുമ്പോൾ കയ്യിൽ 5 പൈസയില്ല, കാറ് മാത്രമുണ്ട്. തൻ്റെ കാറുണ്ട്, ഒരു ഫോണുണ്ട്, വാച്ചുണ്ട്, വേറെ ഒന്നുമില്ല. പേഴ്സ് പോലും കയ്യിലില്ലാതെ ഈ മനുഷ്യൻ അവിടുന്ന് താൻ ആയിരിക്കുന്നിടത്തുനിന്ന് ഒളിച്ചോടുകയാണ്. അദ്ദേഹത്തിന്റെ കുടുംബം നാട്ടിലാണ്. പ്രിയപ്പെട്ടവരെ, 10-25 വർഷം അവിടെ സൗദി കിടന്ന് കഷ്ടപ്പെട്ടതെല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, ഒളിച്ചോടിപ്പോയി ആ മനുഷ്യൻ ഒരു പെട്രോൾ പമ്പിന്റെ അടുത്ത് ചെന്ന് കാറെ കിടക്കുക. 1-2 8 ദിവസം ഭക്ഷണം കഴിക്കാനില്ലാതെ ആ പെട്രോൾ പമ്പിലുള്ള
ആ പെട്രോൾ പമ്പിനകത്തുള്ള ഈ ബാത്റൂം ഉണ്ട്, ഈ ടോയ്ലറ്റ് ഉണ്ട്. ആ ടോയ്ലറ്റിനകത്ത് പോയി അവിടുന്ന് ആ ടോയ്ലറ്റിനകത്ത് ആ പൈപ്പിൽ നിന്ന് അല്പം വെള്ളം എടുത്ത് ഒരു കുപ്പിക്കകത്തെടുത്ത് കുടിച്ച് മുഖം കഴുകി 8 ദിവസമായിട്ട് ഈ മനുഷ്യൻ തൻ്റെ കാറിനുള്ളിൽ തന്നെ താമസിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മുമ്പിൽ ഒരു പച്ചപ്പും കാണുന്നില്ല. തൻ മരണത്തോടടുക്കാൻ ഈ മനുഷ്യന് മനസ്സിലായി, ഒരു പ്രതീക്ഷയില്ല. ഈ മനുഷ്യൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഇതിനു മുമ്പ് ഒരു പ്രസംഗം കേട്ടതിന്റെ പശ്ചാത്തലത്തിൽ ഈ മനുഷ്യൻ എന്നെ മാത്രം വിളിച്ചു, കാര്യങ്ങളെല്ലാം സംസാരിച്ചു വെച്ചാൽ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ഞാൻ അങ്ങ് ആകപ്പാട് എന്ത് ആശ്വാസവാക്ക് പറയണമെന്നറിയാതെ ഞാൻ അങ്ങ് ഭാരപ്പെട്ടു. ഈ മനുഷ്യനോട് എന്ത് പറയാനാണ്? ഒരു പ്രതീക്ഷയില്ല. അദ്ദേഹം എപ്പോൾ വേണേലും ജയിലിനുള്ളിലാകാവുന്ന സാഹചര്യമാണ്. ജയിലിനുള്ളിൽ പോയ ജീവിതകാലത്ത് അദ്ദേഹം തിരിച്ച് ഇറങ്ങുകയില്ല. അത്രയ്ക്ക് വലിയ ബാധ്യതയും പ്രശ്നങ്ങളും ആ മനുഷ്യനുണ്ട്. ഇതാ എന്ത് പറയണമെന്നറിയത്തില്ല. ഒന്നെങ്കിൽ ജയിലിനകത്താകും, അല്ലെങ്കിൽ ആ മരുഭൂമിയിൽ കിടന്ന് ആ മനുഷ്യൻ മരിച്ചു പോകും. ഇതാണ് ഈ മനുഷ്യന്റെ, ഇത് മറ്റൊരു ഓപ്ഷൻ ഈ മനുഷ്യന്റെ ജീവിതത്തിൽ ഇല്ല. അദ്ദേഹം പറയുകയാണ്, അച്ഛാ ടോയ്ലറ്റിൽ നിന്ന് വെള്ളം എടുത്ത് കുടിക്കും, ഈ കാറിനകത്ത് വന്ന് കിടക്കും, ചുരുണ്ടുകൂടി കിടക്കും. 8 ദിവസമായി കുളിച്ചു പല്ല് തേച്ച് ഭക്ഷണം കഴിച്ചിട്ട് ഈ പച്ചവെള്ളം മാത്രം കുടിക്കും, മുഖം മാത്രം കഴുകും. പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. എന്നാൽ ഇന്നലെ അത്ഭുതകരമായിട്ടൊരു സംഭവം ദൈവത്തിന്റെ ഇടപെടലുണ്ടായത്. ഇന്നലെ ഈ മനുഷ്യൻ നെടുമ്പാശ്ശേരിയിൽ വന്നിറങ്ങി. അതിന്റെ കാരണം എങ്ങനെയാണെന്നറിയാമോ? ഈ മനുഷ്യൻ ഒരു ദിവസം വല്ലാതെ അസ്വസ്ഥനായപ്പോഴത്തേക്കിന് തൻ്റെ കാറിൽ നിന്ന് ഇറങ്ങി പമ്പിൽ ചെന്നിട്ട് ടോയ്ലറ്റിൽ ചെന്ന് വെള്ളം എടുത്തത് മുഖം കഴുകി കുപ്പിക്കകത്ത് വെള്ളം ശേഖരിച്ച് ഈ ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങുന്ന വഴിക്ക് തന്നെ ഈ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ ഒരു പഴയ കാലഘട്ടത്തെക്കുറിച്ചും തൻ്റെ വാർദ്ധക്യത്തിലുള്ള അമ്മയെക്കുറിച്ചും തൻ്റെ ഭാര്യയെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ ചിന്ത കടന്നു വന്നപ്പോൾ ഈ മനുഷ്യൻ അങ്ങ് അവിടെ നിന്ന് തന്നെ ഒരു നിമിഷം വല്ലാതെ അങ്ങ് ചങ്ക് പൊട്ടി അങ്ങ് കരഞ്ഞുപോയി. ഒരു നിമിഷം വല്ലാതെ ചങ്ക് പൊട്ടി കരഞ്ഞുപോയി. ഒരു അറബി കാറിലിരുന്ന് ഇവൻ്റെ ഈ കരച്ചിൽ ശ്രദ്ധിച്ചു. അടുത്തേക്ക് വിളിച്ചു, എന്താ നിന്റെ പ്രശ്നമെന്ന് ചോദിച്ചു. ആദ്യം ഒന്ന് ഭയപ്പെട്ടെങ്കിലും തനിക്കെന്ത് നഷ്ടപ്പെടാനോ? ഒന്നും നഷ്ടപ്പെടാനില്ല. മരണത്തെ മുഖാമുഖം കണ്ടു നിൽക്കുന്ന മനുഷ്യൻ. ഈ മനുഷ്യൻ ഉള്ള കാര്യം പറഞ്ഞു, ഞാനിങ്ങനെ പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുക. തൻ്റെ കാറെ കയറാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, പിന്നീട് നടന്നത് സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ പറയുന്നില്ല, അത്ഭുതമാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു പച്ചപ്പ്, ജീവിതത്തിൽ ഒരു പച്ചപ്പും കാണാത്ത മനുഷ്യൻ ഇന്നലെ സ്വന്തം നാട്ടിൽ വന്ന് തൻ്റെ കുടുംബത്തിൽ വന്ന് കയറി. ഞാൻ പറഞ്ഞു വന്നത്, ഈ കാലഘട്ടം പലർക്കും പച്ചപ്പ് നഷ്ടപ്പെട്ട കാലഘട്ടമാ. ഒരു രീതിയിലും പ്രതീക്ഷകളൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ, ശോഭ നഷ്ടപ്പെട്ടു പോയ, ചിരി നഷ്ടപ്പെട്ടു പോയ ഒരു കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാം ആയിരിക്കുകയാണ്. അപ്പൊ ഒന്നാമത്തെ പ്രശ്നം പ്രവാചകൻ പറയുകയാണ്, ഇതൊരു ശോഭകെട്ട കാലഘട്ടത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. പച്ചപ്പ് നഷ്ടപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. കോട്ടയം കിടങ്ങൂർ എന്ന് പറഞ്ഞ സ്ഥലം, ആ സ്ഥലത്തുള്ള ഒരു മനുഷ്യൻ കഴിഞ്ഞ ഇടയ്ക്ക് നാട്ടിൽ വന്നപ്പോൾ, അദ്ദേഹം ചെന്നൈയിലാണ്. അദ്ദേഹം കഴിഞ്ഞ ഇടയ്ക്ക് നാട്ടിൽ വന്നപ്പോൾ സെന്റ് ജോസഫിലെ ധ്യാന കേന്ദ്രത്തിൽ വന്ന് എന്നെ കാണാനിടയായി. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, അച്ഛാ 4 3 സ്റ്റാർ അല്ലാത്തതുമായ റെസ്റ്റോറൻറ്റ് 4 മുതലാളിയായിരുന്നു ഞാൻ. ഈ 2 വർഷ കാലഘട്ടം കൊണ്ട് ഈ കഴിഞ്ഞ ദിവസം എല്ലാം തകർന്ന് തരിപ്പണമായി പോയി, വലിയ കടബാധിതയായി. അച്ഛാ സത്യം പറയാ അച്ഛാ, ഞാൻ ഇങ്ങോട്ട് പോകുന്നതിന് കുറച്ച് ദിവസങ്ങൾ മുമ്പ് ഞങ്ങളിപ്പോൾ ഞാനും ഭാര്യയും കൂടി ഒരു കൊച്ചു തട്ടുകട ഇട്ടിട്ട് അതിൽ നിന്നാണ് ഉപജീവനം ഞങ്ങൾ കണ്ടെത്തുന്നത് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. 4 റെസ്റ്റോറൻറ്റിൻ്റെ മുതലാളിയായിട്ട് ബെൻസ് കാറെ നടന്നുകൊണ്ടിരുന്ന മനുഷ്യൻ തട്ടുകട, അയാളും അയാളുടെ ഭാര്യയും കൂടെ തട്ടുകട നടത്തി ഉപജീവനം നടത്തുന്നു ചെന്നൈയിൽ. അപ്പൊ ശോഭ കെട്ടുപോയൊരു കാലഘട്ടമാണിത്. ശോഭ കെട്ടുപോയ ഒരു കാലഘട്ടമാണ് പ്രിയപ്പെട്ടവരെ. പലരുടെ മുഖത്ത് ചിരിയില്ല, ഒരു ശോഭയില്ല. പ്രവാചകൻ പറയുന്നു, ചുറ്റും നോക്കുമ്പോൾ തെളിച്ചമുള്ളൊരു മുഖം പോലും കാണുന്നില്ല. ഒരു രീതിയിലും ഒരു തെളിച്ചോ വെളിച്ചോ കാണുന്നില്ല. ഒരു വല്ലാത്ത ശോഭകെട്ട പോയ കാലഘട്ടത്തിൽ ഞാൻ ജീവിച്ചിരിക്കുന്നു. ഈ കാലഘട്ടത്തെ അതിനോട് ഉപമിക്കാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ. എന്നാൽ ഇങ്ങനെ ശോഭ കെട്ടിരിക്കാനല്ലല്ലോ ദൈവത്തിന്റെ വിളി. നമ്മളിങ്ങനെ ശോഭ കെട്ടുപോയിരിക്കാൻ, ചിരി കെട്ടുപോയിരിക്കാൻ അല്ല ദൈവത്തിന്റെ വിളി. പ്രിയപ്പെട്ടവരെ, ഈ പ്രശ്നങ്ങളെ, ഈ പ്രതിസന്ധികളെ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് അഭിമുഖീകരിക്കാനും തരണം ചെയ്യാനുമുള്ള ഒരു വിളിയാണ് ഒരു ഭക്തനുള്ളത്. ഈ പ്രശ്നങ്ങളെ, ഈ പ്രതിസന്ധികളെ, ഇതൊന്നും നമ്മുടെ കയ്യിൽ നിൽക്കുന്നതല്ല. ഇതെന്ന് തീരുമെന്ന് നമുക്കറിയത്തില്ല. ഈ പ്രശ്നങ്ങൾ എന്ന് അഴിഞ്ഞു പോകുമെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം മാത്രം നമുക്കറിയാം, പ്രതിസന്ധികളൊക്കെ എന്ന് തീരുമെന്ന് ഒരുറപ്പുമില്ല. പക്ഷേ എൻ്റെ ദൈവത്തോട് ചേർന്ന് നിന്നാൽ നിങ്ങൾക്ക് ഈ പ്രശ്നത്തെ അഭിമുഖീകരിക്കാനും ഈ പ്രശ്നങ്ങളെ, ഇപ്പോഴും നിങ്ങൾ നേരിടുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ, ചിരിക്കുന്ന മുഖം കാണുമ്പോൾ നമ്മുടെ ചുറ്റും ആരെങ്കിലും നന്ന ചിരിയോടുകൂടി നിന്നാൽ ആ മനുഷ്യന് സങ്കടമില്ലാത്ത മനുഷ്യനാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ?
ചിരിക്കുന്ന മുഖങ്ങൾ കാണുമ്പോൾ അത് അവർക്ക് ഒരു സങ്കടമില്ലാത്ത മനുഷ്യനാ ചിരിക്കുന്നതെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമല്ല. ചിരിക്കുന്ന മുഖങ്ങൾ കാണുമ്പോൾ അവർക്ക് സങ്കടമില്ലെന്നുള്ളതല്ല, ദൈവത്തോട് ചേർന്ന് നിന്ന് അവരുടെ ദുഃഖങ്ങൾ സങ്കടമെല്ലാം കൈകാര്യം ചെയ്യുന്ന മനുഷ്യനെ ഇനിയുള്ള കാലത്ത് ചിരിക്കാനൊക്കത്തുള്ളൂ. അല്ലാതെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും തീർന്നിട്ട് നല്ല രീതിയിൽ ജീവിക്കാം, ചിരിച്ച് സന്തോഷമായിട്ട് ജീവിക്കാം, എൻ്റെ പ്രശ്നങ്ങൾ തീർന്നിട്ട് പള്ളി വരാം, പ്രശ്നങ്ങൾ തീർന്നിട്ട് ദൈവത്തെ ആരാധിക്കുക എന്ന് പറഞ്ഞ് ഈ ജീവിതകാലത്ത് നടക്കണമെന്നില്ല. പ്രിയപ്പെട്ടവരെ, പ്രശ്നങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കും. പക്ഷേ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ആ സങ്കടത്തെ, ആ പ്രതിസന്ധികളെ, ദുഃഖങ്ങളെ തരണം ചെയ്യാനുള്ളൊരു വിളിയാണ് ഇനിയുള്ള കാലഘട്ടത്തിന്റെ വിളി. ചുരുക്കി പറഞ്ഞ, ഒറ്റവാക്കി പറഞ്ഞ, തമ്പുരാനെ മുറുകെ പിടിക്കാതെ മുമ്പോട്ട് പോകാൻ സാധിക്കാത്തൊരു കാലഘട്ടമാണ് നമ്മുടെ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നു. തമ്പുരാനെ മുറുകെ പിടിക്കാതെ മുമ്പോട്ട് പോകാൻ സാധിക്കാത്തൊരു കാലഘട്ടത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുന്നു. അപ്പൊ ശോഭ കെട്ടുപോയ പച്ചപ്പ് ചുറ്റും നോക്കുമ്പോൾ ഒരു രീതിയിൽ ഒരു പ്രതീക്ഷ കാണാനില്ലാത്ത ഒരു കാലഘട്ടത്തിൽ ഹബക്കൂക്ക് പ്രവാചകൻ പറയുന്നു, ഞാൻ ജീവിച്ചിരിക്കുന്നു. ഒരുപക്ഷെ എൻ്റെ കാലഘട്ടവും അതിനോട് നമുക്ക് ഉപമിക്കാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തമ്പുരാനോട് ചേർന്ന് നിൽക്കാതെ വേറെ വഴിയില്ല. രണ്ടാമത്തെ ഈ പ്രവാചകൻ പറയുകയാണ്, രണ്ടാമത്തെ പ്രശ്നം എന്താണ്? അതല്ല നമ്മുടെ ചിന്ത. അച്ഛൻ കുറെ നെഗറ്റീവ് പറഞ്ഞിട്ട് പോകാനല്ല, പ്രധാന ചിന്തയിലേക്ക് വരാൻ പോകുന്നേ ഉള്ളൂ. എങ്കിലും പ്രവാചകന്റെ കാലഘട്ടത്തിലെ പ്രശ്നങ്ങൾ നമ്മളുമായിട്ടൊന്ന് താരതമ്യം ചെയ്യുക മാത്രമാണ് ചെയ്യുക. രണ്ടാമത് പ്രവാചകൻ പറയുന്നത് എന്താ? മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകില്ല. അപ്പൊ ഒന്ന്, അത്തിവൃക്ഷം തളിർക്കയില്ല. രണ്ട്, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാവുക ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വിശുദ്ധ ഗ്രന്ഥത്തിൽ, വിശുദ്ധ ബൈബിളിൽ ഈ മുന്തിരിയും മുന്തിരിത്തോട്ടവും ഒക്കെ ദൈവരാജ്യത്തിന്റെ പ്രതീകങ്ങളാണ്. അപ്പൊ അങ്ങനെ ചിന്തിച്ചാൽ മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകില്ലെന്ന് പറഞ്ഞാൽ, ഇതാ എൻ്റെ ചുറ്റും നോക്കുമ്പോൾ ദൈവാനുഭവങ്ങൾ നഷ്ടപ്പെട്ട ഒരു കാലഘട്ടത്തിൽ ഞാൻ ജീവിച്ചിരിക്കുന്നു എന്ന് പ്രവാചകൻ പറയുന്നു. എനിക്ക് ചുറ്റും ദൈവാനുഭവങ്ങൾ എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. ദൈവരാജ്യ അനുഭവങ്ങൾ നഷ്ടപ്പെട്ട ഒരു കാലഘട്ടം, പള്ളിയില്ല, ആരാധനയില്ല, ദൈവാനുഭവങ്ങളില്ലാത്ത ഒരു കാലഘട്ടത്തിൽ ഞാൻ ജീവിച്ചിരിക്കുന്നു. പ്രവാചകൻ പറയുകയാണ്, ചുറ്റും ഒരു ദൈവാനുഭവം എനിക്ക് കാണാൻ സാധിക്കുന്നില്ല, ചുറ്റും ഒരു ദൈവരാജ്യ അനുഭവവും എനിക്ക് കാണാൻ സാധിക്കുന്നില്ല എന്ന് ഇവിടെ കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത ഇതൊക്കെ തന്നെയാണ്. വിശുദ്ധ ബൈബിളും ക്രിസ്തുവും സഭയും പൗരോഹിത്യവും ഒക്കെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടം. എന്തിയെ ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഇവരൊക്കെ എന്തിയെ എന്ന് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിക്കുകയാണ്. അതിലുപരി കുടുംബങ്ങളിൽ നിന്ന് ദൈവരാജ്യ അനുഭവം നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നു. നഷ്ടപ്പെട്ട ഒരു കാലഘട്ടത്തിൽ പ്രവാചകനെ പോലെ നമ്മളും ജീവനോടിരിക്കുന്നു. നമ്മുടെ കുടുംബങ്ങളിൽ കാലഘട്ടത്തിൽ പ്രവാചകനെ പോലെ നമ്മളും ജീവനോടിരിക്കുന്നു. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ദൈവരാജ്യ അനുഭവങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നു. മറക്കരുത്, നന്നായിട്ട് പ്രാർത്ഥിക്കുന്നവനെ നന്നായിട്ട് ജീവിക്കാനൊക്കത്തുള്ളൂ. ശരിയാണോ? നന്നായിട്ട് പ്രാർത്ഥിക്കുന്നവനെ നന്നായിട്ട് ജീവിക്കാനൊക്കത്തുള്ളൂ. നന്നായിട്ട് ജീവിക്കുന്നവനെ നന്നായിട്ട് പ്രാർത്ഥിക്കാനും ഒക്കുകയുള്ളൂ. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ദൈവരാജ്യ അനുഭവം നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്ന് ഒന്ന് പുനർചിന്തനം നടത്തേണ്ടത് ആവശ്യമാണ്. സെന്റ് ജോസഫില് ധ്യാനകേന്ദ്രത്തിൽ ഒരു ദിവസം ഒരു കുട്ടിയെ കൊണ്ട് മുമ്പിൽ ഇരുത്തിയിട്ട് പറഞ്ഞു, അച്ഛാ, ഇവക്ക് പിശാചുബാധയാണ്, അച്ഛനൊന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ഞെട്ടി. പിശാചുബാധയോ? ഞാൻ ചോദിച്ചു, എന്താ പ്രശ്നം? അപ്പം ഞാൻ നോക്കുമ്പോൾ ഈ കുട്ടിയുടെ അപ്പൻ ഒരു പട നയിക്കുന്ന പടയാളിയെ പോലെ നെഞ്ചും വിരിച്ച് നിൽക്കുന്നു. ഈ അമ്മ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു. അപ്പം പറയാണ്, അച്ഛാ, അവർ കാത്തലിക്സാണ്. അച്ഛാ, ഈ അച്ഛന്മാരോ സിസ്റ്റർമാരൊക്കെ വന്നാൽ ഇവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടും. ഒരു 12 വയസ്സുള്ള പെങ്കൊച്ചാണ്, 12-13 വയസ്സ് കാണും. വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടും. വീട്ടിൽ ബൈബിൾ വെക്കാൻ സമ്മതിക്കത്തില്ല, കത്തിച്ച് കളയും. കൊന്തയോ കാര്യങ്ങളൊക്കെ ഉണ്ട് കാത്തലിക്സിന്റെ രീതി അനുസരിച്ച്. ഇതൊന്നും വെക്കാൻ സമ്മതിക്കത്തില്ല. ഇതെല്ലാം ഇവിടെ നശിപ്പിച്ച് കളയും, തീയിലിട്ട് കളയും. അച്ഛന്മാരെ സിസ്റ്റർമാരെ കണ്ട വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടും. പള്ളിയിൽ എന്ത് വിഷയമുണ്ടെങ്കിലും പള്ളിയിൽ പോകത്തില്ല. പിശാചുബാധയാണെന്നാണ് എല്ലാവരും പറയുന്നത്. അച്ഛൻ പ്രാർത്ഥിക്കണം. എൻ്റെ ദൈവമേ, ഞാനപ്പോൾ ഇവരുടെ എല്ലാം മുഖഭാവത്തിൽ നിന്ന് ഞാൻ പറഞ്ഞു, ഈ മനുഷ്യരോട് പറഞ്ഞു, താങ്കൾ അല്പസമയം പള്ളിയുടെ പുറകിലൊക്കെ ഇരിക്കാം. എന്നിട്ട് ഈ അമ്മയോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഈ അമ്മയോട് കുട്ടിയോട് സംസാരിച്ചു. ഞാൻ ചോദിച്ചു, യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? ഈ കുഞ്ഞിൻ്റെ പ്രശ്നം എന്താണ്? ഈ അമ്മ വലിയ ഒരു ഭയത്തോടു കൂടി ചുറ്റും നോക്കി. ഞാൻ പറഞ്ഞു, ഭർത്താവിനെയാണോ നോക്കുന്നത്? ആ മനുഷ്യൻ പുറകിലാണ് ഇരിക്കുന്നത്, കേൾക്കത്തില്ല, ധൈര്യമായിട്ട് പറഞ്ഞോളാൻ പറഞ്ഞു. ഈ അമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്, അച്ഛാ, കാത്തലിക്സിൻ്റെ ഇടയ്ക്ക് ഒരു രീതിയുണ്ട്, ഈ ആദ്യ കുർബാന സ്വീകരണം.
എൻ്റെ മോളുടെ ആദ്യ കുർബാന സ്വീകരണം, ഒക്കെ 10-12 വയസ്സായി. ആദ്യ കുർബാന സ്വീകരണത്തിന് നമ്മുടെ പോലെയല്ല, അവർക്ക് അങ്ങനത്തെ രീതികളാണുള്ളത്. ആദ്യ കുർബാന സ്വീകരണത്തിന് വേണ്ടി കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു വരുന്നു. പള്ളിയിലെ വികാരി അച്ഛന്മാരും കന്യാസ്ത്രീമാരും ഒക്കെ സിസ്റ്റർമാരും ഒക്കെ അവളെ അതിനുവേണ്ടി പഠിപ്പിച്ചു, ഒരുക്കി. ആ ദിവസം വന്നു. അപ്പം നമ്മുടെ മാമോദീസ നടത്തുന്ന പോലെയാണ് അവർ ആദ്യ കുർബാന സ്വീകരണം വലിയ ആർഭാടമായിട്ടാണ് കാത്തലിക്സ് നടത്തുന്നത്. അപ്പോൾ നല്ല മനോഹരമായൊരു മാലാഹയെ പോലെ നല്ല വസ്ത്രമൊക്കെ, വെള്ള ഗൗണൊക്കെ ഇട്ട്, കയ്യിലൊക്കെ നല്ല വെള്ള ഒറയിട്ട്, കയ്യുറൊക്കെ ഇട്ട്, പ്രിയപ്പെട്ടവർ തലയിൽ നല്ല ഗൗണൊക്കെ ഇട്ട്, ഒരു സുന്ദരി കുട്ടിയായിട്ട് മാലാഹയെ പോലെ ഇവള് പ്രാർത്ഥിച്ച് ഒരുങ്ങി പ്രാർത്ഥനാപൂർവം ഈ മോളെയും കൊണ്ട് പള്ളിയിൽ പോയി. ആദ്യ കുർബാന സ്വീകരണമൊക്കെ കഴിഞ്ഞു. അവിടം വരെ ഓക്കെയാണ്. അന്ന് വൈകിട്ട് ആദ്യ കുർബാന സ്വീകരണത്തിൻ്റെ പാർട്ടി ആഘോഷം വീട്ടിൽ, അവിടെയാണ് പ്രശ്നം. അതായത് താഴത്തെ നിലയിൽ കപ്പ ബിരിയാണി, കോഴി ബിരിയാണി, അങ്ങനത്തെ ബിരിയാണികൾ. മോളില് ടെറസിന്മേൽ ഒരു മിനി ബാർ തന്നെയാണ് ക്രമീകരിച്ചിരുന്നത്. ഒരു മിനി ബാർ, ഒരു ചെറിയ ബാർ തന്നെ ക്രമീകരിക്കുക. അടിച്ച് ലെവല് കെടുകയാണ് ചെല്ലുന്നവരെല്ലാവരും. ഇത് ആദ്യ കുർബാന സ്വീകരണത്തിൻ്റെ പാർട്ടി. ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ മടുപ്പല്ല, അവർ ആദ്യ കുർബാന സ്വീകരണമാക്കി, നമ്മൾ മാമോദീസ അല്ലെ വിവാഹം. അതാണ് വ്യത്യാസം. എൻ്റെ പ്രിയപ്പെട്ടവരെ, സംഭവിച്ചത് ആളുകളെല്ലാം വന്ന് ഇങ്ങനെ ഭക്ഷണം കഴിച്ച് മദ്യപിച്ച് ഒക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു. ഏറ്റവും ഒടുക്കം രാത്രി ഒരു 12-12:30 സമയമായപ്പോൾ ഈ കുഞ്ഞിൻ്റെ അപ്പനും അപ്പൻ്റെ 5 സുഹൃത്തുക്കളും മാത്രം മിച്ചം വന്നു. ബാക്കി എല്ലാവരും വീട്ടിൽ പോയി. ഇവരിങ്ങനെ കുടിച്ച് പൂസായി ലെവല് കെട്ട് ടെറസിന്റെ മുകളിൽ ഇരിക്കുകയാണ്. ഈ സമയത്ത് കൊച്ചിൻ്റെ ഈ അപ്പൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, ആദ്യ കുർബാന സ്വീകരണത്തിന്റെ പാർട്ടിയാണ് നടത്തുന്നത്, പക്ഷേ ആദ്യ കുർബാന സ്വീകരണക്കാർ ഇതുവരെ ഒന്നും കണ്ടില്ലല്ലോ. പെട്ടെന്ന് അപ്പൻ താഴേക്ക് വിളിച്ചെടി അവളെ കൊണ്ടിങ്ങി വന്നേ. അപ്പൊ ഈ മദ്യപിച്ചു കഴിഞ്ഞാൽ മനുഷ്യനിൽ പിശാചാണ്. അതുകൊണ്ട് ഈ അമ്മ ഭയന്ന് വിറച്ച് ഈ കുഞ്ഞിനെയും കൊണ്ട്, ഈ 12 വയസ്സുള്ള പെൺകുഞ്ഞിനെയും കൊണ്ട് ടെറസിന്റെ മുകളിലേക്ക്. പെട്ടെന്ന് അപ്പന്റെ മറ്റൊരു മദ്യപിച്ച് ലക്കിട്ടിരിക്കുന്ന മറ്റൊരു സുഹൃത്ത് പറയാണ്, ആദ്യ കുർബാന സ്വീകരണത്തിന്റെ ദിവസമായിട്ട് ഇങ്ങനെയാണോ നിൽക്കുന്നത്? ആ കുർബാന സ്വീകരണത്തിന്റെ അഡ്രസ്സൊക്കെ ഇട്ടുണ്ടോ, ഞങ്ങളൊന്ന് കാണട്ടെ. പെട്ടെന്ന് ഈ അമ്മ പറഞ്ഞു, അത് വിശുദ്ധമായൊരു വസ്ത്രമാണ്, അത് വിശുദ്ധമായ വസ്ത്രം, അതിങ്ങനെ വെറുതെ ഇടാൻ പറ്റിയൊരു വസ്ത്രമല്ലെന്ന് പറഞ്ഞ് തീർന്ന നിമിഷം ചാടി എഴുന്നേറ്റ് ഈ അപ്പൻ ഈ അമ്മയുടെ ഈ ഭാര്യയുടെ കർണക്കുറ്റിക്കിട്ട് ഒറ്റ അടി കൊടുത്തിട്ട് പറഞ്ഞു, 5 മിനിറ്റ് സമയം ആ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഇവിടെ വന്നില്ലേ, താഴോട്ടിറങ്ങി 2 ഞാൻ ഞെക്കിക്കൊല്ലും. മദ്യപിച്ച് പൂസായ അപ്പൻ വിളിച്ചു പറയുകയാണ്. ഇവര് ഭയന്ന് വിറച്ചു. ഈ പെങ്കൊച്ച് ഭയന്ന് വിറച്ച് നിരോളിച്ചു. പ്രിയപ്പെട്ടവര് 2 പേരും കൂടെ താഴെ പോയി. രാവിലെ പ്രാർത്ഥനാപൂർവ്വം സന്തോഷത്തോടെ ആ വസ്ത്രം ധരിപ്പിച്ചെങ്കിൽ വൈകിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഈ അമ്മ ഈ കുഞ്ഞിനെ, ഈ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഈ അമ്മ ഈ വിശുദ്ധമായ വസ്ത്രം ധരിപ്പിക്കുകയും പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഈ കുഞ്ഞ് ഈ വസ്ത്രം ധരിക്കുകയും ചെയ്തു. ടെറസിന്റെ മുകളിലേക്ക് കുഞ്ഞിനെ അങ്ങോട്ട് ചെന്നു. അടിച്ചു പൂസായിരിക്കുന്ന അപ്പന്റെ സുഹൃത്തുക്കൾക്ക് എന്ത് നോക്കാൻ, അവർ ഈ പെങ്കൊച്ചിനെ നടുക്ക് നിർത്തിക്കൊണ്ട് പള്ളിപ്പാട്ടൊക്കെ തന്നെയാണ് പാടുന്നത്, ക്രിസ്തീയ ഗാനം തന്നെയാണ് പാടുന്നത്. അവരുടെ പള്ളിയിൽ പാടുന്ന പാട്ടൊക്കെ പാടി കുഞ്ഞിന് ചുറ്റും ഡാൻസ് കളിക്കുകയാണ്. പാട്ടും പാടി കൈകൊട്ടി ഡാൻസ് കളിക്കുക. ഈ അമ്മ ഇത് ചെയ്യരുത് ചെയ്യരുത്, ഈ കുഞ്ഞ് ഭയന്ന് ഉറച്ചു വല്ലാതെ നിൽക്കുന്നു. ഈ അമ്മ ഇത് ചെയ്യരുത് ചെയ്യരുത് എന്ന് പറയുന്നത് കൊണ്ട് ഓരോ റൗണ്ട് ഡാൻസ് കളിച്ചു വരുമ്പോഴും ആ താളത്തിൽ തന്നെ ഈ അമ്മയുടെ, ഈ സ്ത്രീയുടെ കർണക്കുറ്റിക്കിട്ട് ഈ അപ്പൻ ഓരോരോ അടി കൊടുത്തുകൊണ്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഈ ഡാൻസിനിടയ്ക്ക് ഒരു സുഹൃത്ത് വേറൊരു സുഹൃത്തിന്റെ കാലെ കയറി ചവിട്ടി. ഇവര് തമ്മിൽ വാക്കുതർക്കമായി, ഉന്തും തള്ളുമായി, അടിപിടുത്തമായി. ചുരുക്കി പറഞ്ഞാൽ മദ്യക്കുപ്പി പൊട്ടിച്ച് ഒരു സുഹൃത്ത് മറ്റേ സുഹൃത്തിന്റെ നെഞ്ചെ കയറ്റി. അതായത് ഈ ചോര തെറിച്ചു വീഴുന്നത് ഈ ആദ്യ കുർബാന സ്വീകരണത്തിന്റെ വസ്ത്രം ധരിച്ചു നിൽക്കുന്ന ഈ കുഞ്ഞിന്റെ ദേഹത്താണ്. ഈ കുഞ്ഞ് അലറിക്കൊണ്ട് ബോധരഹിതയായിട്ട് താഴെ വീണു. കേസും ബുക്കാറും ഒക്കെ ഇവർ ഒതുക്കി തീർത്തു. പക്ഷേ ബോധം വീണതിന് ശേഷം പിറ്റേ ദിവസം മുതൽ ഈ കുഞ്ഞിന് പള്ളി വേണ്ട, പട്ടക്കാര് വേണ്ട, കുർബാന വേണ്ട, ബൈബിള് വേണ്ട, ഒന്നും വേണ്ട. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇത് പിശാച് ബാധയാണോ? ഇത് ഈ വിഷയങ്ങൾക്ക് കാരണം പിശാചാണോ അപ്പനാണോ? ഈ പ്രശ്നം ഈ കുഞ്ഞിങ്ങനെ ആകാൻ കാരണം പിശാചാണോ അപ്പനാണോ? നിങ്ങൾ പറയത്തില്ലെന്ന് എനിക്കറിയാം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞത് എത്രയേ ഉള്ളൂ. പിശാച് ചെയ്യുന്നതിലും വലിയ ദ്രോഹം ചെയ്യുന്ന ചിലർ, സ്വന്തം കുടുംബത്തിന് പിശാച് ചെയ്യുന്നതിലും വലിയ ദ്രോഹം ചെയ്യുന്നവരൊക്കെ ഉണ്ട്. മദ്യപിക്കുന്ന സഹോദര, നിന്റെ കുടുംബത്തിന്റെ കൃപയാണ് നഷ്ടപ്പെടുത്തി കളയുന്നത്. നിന്റെ കുടുംബത്തിന്റെ ദൈവരാജ്യ അനുഭവമാണ് നഷ്ടപ്പെടുത്തി കളയുന്നത്. ഇതാ പിശാച് ചെയ്യുന്നതിലും വലിയ ദ്രോഹമാണ് മദ്യപിക്കുന്ന സഹോദര നീ നിന്റെ കുടുംബത്തോട് ചെയ്യുന്നത്. ഞാനൊരു കാര്യം പറയുമ്പോൾ മദ്യപിക്കുന്ന ആരെങ്കിലും ഒക്കെ ഇത് കേൾക്കുന്നുണ്ട്, എന്നോട് വേദന തോന്നരുത്. എപ്പോഴൊക്കെയോ മദ്യപിക്കുന്ന സഹോദര
എപ്പോഴൊക്കെയോ നിന്റെ മക്കള് പോലും നിന്റെ ഒരു മരണം ആഗ്രഹിച്ചിട്ടുണ്ട്. അതെനിക്ക് വ്യക്തമായിട്ടറിയാം. കൗൺസിലിംഗും കൂടി എടുക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. മദ്യപിക്കുന്ന സഹോദര കേട്ടോണം കേട്ടോ, നീ പ്രാണനെ വലിയ സ്നേഹിക്കുന്ന നിന്റെ മക്കള് പോലും നിന്റെ മരണം ആഗ്രഹിച്ചിട്ടുണ്ടെന്ന്. ഇങ്ങനെ ഒരു തന്തയില്ലായിരുന്നെങ്കിൽ ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് മറന്നു പോകരുത്. നിന്റെ കുടുംബത്തിന്റെ ദൈവരാജ്യ അനുഭവം നഷ്ടപ്പെടുത്തുന്നത് ആരാണ്? പിശാച് കയറിയല്ല, നീ പിശാചിന് വേണ്ടി വാതിൽ തുറന്നിട്ട് കൊടുക്കുകയാണ്. ഹബക്കുക്ക് പറയുന്നു, ഞാൻ ആയിരിക്കുന്ന കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത ദൈവരാജ്യ അനുഭവങ്ങൾ നഷ്ടപ്പെട്ട ഒരു കാലഘട്ടം. കുടുംബത്തിൽ പോലും ദൈവരാജ്യ അനുഭവങ്ങൾ നഷ്ടപ്പെട്ട ഒരു കാലഘട്ടത്തിൽ ഞാൻ ജീവിക്കുമ്പോൾ പിശാച് ചെയ്യുന്നതിനും വലിയ ദ്രോഹം സ്വന്തം കുടുംബത്തോട് ചെയ്യുന്ന മനുഷ്യർ നമ്മുടെ ഇടയിലുണ്ട്, നമ്മുടെ സുറിയാനി സഭയിലുണ്ട്. മറന്നു പോകരുത്. പെരകുദാശ കഴിഞ്ഞ് രാത്രി വന്ന് അതിന്റെ പാർട്ടി നടത്തിയ പിന്നെ കുദാശയ്ക്ക് എന്താ പ്രസക്തി? ആ കുദാശ കൊണ്ട് എന്താ അനുഗ്രഹം? അശാപമല്ലേ വിളിച്ചു വരുത്തുന്നത്. ഞാൻ അധികം ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. പ്രിയപ്പെട്ടവരെ, മുന്തിരവള്ളിയിൽ അനുഭവം ഉണ്ടാവുകയില്ല. മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാവുകയില്ല. ദൈവരാജ്യ അനുഭവം ഇതാ പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മക്കളോട് പള്ളി പോട പ്രാർത്ഥിക്കട എന്ന് പറഞ്ഞ അനുസരിക്കുന്ന കാലഘട്ടമൊക്കെ മാറിപ്പോയി. മക്കൾക്ക് കാണിച്ചു കൊടുക്കണം. പറഞ്ഞു കൊടുത്താൽ അവർ മനസ്സിലാക്കുന്ന കാലഘട്ടം ഒക്കെ മാറി. അവർ കാണിച്ചു കൊടുക്കണം. ദൈവരാജ്യ അനുഭവം പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അപ്പന്റെ പ്രാർത്ഥന കണ്ടിട്ട്, അമ്മയുടെ പ്രാർത്ഥന കണ്ടിട്ട് മക്കൾക്ക് പ്രാർത്ഥിക്കാൻ തോന്നണം. അവർക്ക് മനസ്സിലാകണം, അപ്പന്റെ അമ്മയുടെ ആത്മീയ ജീവിതം കണ്ടിട്ട് മനസ്സിലാക്കണം, എന്റെ അപ്പന്റെ ദൈവമില്ലാതെ, എന്റെ അമ്മയുടെ ദൈവമില്ലാതെ എനിക്കും ജീവിക്കാൻ ഒക്കത്തില്ലെന്ന് ഒരു മക്കള് മനസ്സിലാക്കിയാൽ അതാണ് വിജയിച്ച അപ്പനും അമ്മയും. അല്ലാതെ അവർക്ക് വേണ്ടി സ്വത്തും സമ്പാദ്യമൊന്നും ശേഖരിച്ചു വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ. നിങ്ങൾ ഒരു ആയുഷ്കാലം മുഴുവൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന അവർക്ക് ഒരു ദിവസം മതി തീർക്കാൻ. മനസ്സിലാവും. കോടികളാണെങ്കിൽ പോലും ഒറ്റ ദിവസം കൊണ്ട് അവർ ചിലപ്പോൾ തീർക്കും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, അപ്പോ എൻ്റെ അപ്പന്റെ ദൈവം, എൻ്റെ അമ്മയുടെ ദൈവം, എൻ്റെ ദൈവം എന്ന് പറയാൻ നിങ്ങൾ ഈ വചനം കേൾക്കുന്ന എത്ര പേരുടെ മക്കൾ അങ്ങനെ പറയും? ഇല്ലെങ്കിൽ നിങ്ങൾ പരാജയപ്പെട്ടു പോയ അപ്പനും അമ്മയല്ലേ? നമ്മള് ഈ പ്രകടനങ്ങളുടെ കാലം കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം ഞാൻ വളരെ സ്നേഹിക്കുന്ന, ആദരിക്കുന്ന ഗുരുസ്ഥാനത്ത് കാണുന്ന ഒരു അച്ഛൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അച്ഛൻ താമസിക്കുന്നിടത്ത് ഒരു കുടുംബം കടന്നു വന്നു. ആ പെൺകുട്ടിക്ക് ചെറിയൊരു പ്രതിസന്ധി ഉണ്ട്. അപ്പൊ അച്ഛനോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് അന്ന് ഒരു ആലോചന ചോദിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. ഈ പെൺകൊച്ച് ഉന്നത വിദ്യാഭ്യാസമുള്ളൊരു കുഞ്ഞായത് കൊണ്ട് അച്ഛനും നല്ല വിദ്യാഭ്യാസവും അറിവും ഒക്കെ ഉള്ള അച്ഛനാണ്. അപ്പൊ ഈ പെൺകൊച്ച് ഒറ്റയ്ക്കിരുന്ന് അച്ഛനോട് തന്റെ പ്രശ്നം പറഞ്ഞപ്പോ അച്ഛൻ തന്റെ അറിവിന്റെ തലത്തിൽ നിന്നുകൊണ്ട്, തന്റെ അനുഭവത്തിന്റെ തലത്തിൽ നിന്നൊക്കെ അതിനുള്ളൊരു മറുപടി പറയാൻ ഇങ്ങനെ മുതിരുന്ന സമയത്ത് ആ പെങ്കൊച്ചെടുത്ത വായിക്ക് അച്ഛനോട് പറഞ്ഞു, എന്റെ പൊന്നച്ഛ, അച്ഛന്റെ അറിവും പാണ്ഡിത്യവും ഒന്നും എനിക്ക് അറിയണ്ട, ഒറ്റ കാര്യം എനിക്ക് അറിഞ്ഞാൽ മതി. അച്ഛന്റെ സ്ഥാനത്ത് ക്രിസ്തു ആണെങ്കിൽ ഈ പ്രശ്നത്തോട് എങ്ങനെ പ്രതികരിക്കും എനിക്കത് അറിഞ്ഞാൽ മതി. അച്ഛൻ പറയാം, ഞാൻ പകച്ചുപോയി, എനിക്ക് മറുപടിയില്ല, ഞാൻ പകച്ചുപോയി. ഒരു പെൺകുട്ടി പറഞ്ഞതാണ്. അച്ഛന്റെ മറുപടി ഒന്നും എനിക്ക് കേൾക്കണ്ട, അച്ഛന്റെ വിവരവും വിദ്യാഭ്യാസവും അല്ലെങ്കിൽ അച്ഛന്റെ അറിവിന്റെ ജ്ഞാനമൊന്നും എന്നെ അറിയിക്കേണ്ട, എനിക്ക് താല്പര്യമില്ല. ഒറ്റ കാര്യം, അച്ഛന്റെ ഇടയ്ക്ക് ഞാൻ വന്നതിന് ഒറ്റ കാര്യമുള്ളൂ, അച്ഛാ, അച്ഛന്റെ സ്ഥാനത്ത് ക്രിസ്തുവിനെ ഞാൻ കണ്ടോണ്ട് പറയാണ്, അച്ഛന്റെ സ്ഥാനത്ത് ക്രിസ്തു ആണെങ്കിൽ ഈ പ്രശ്നത്തോടെ എങ്ങനെ പ്രതികരിക്കും എനിക്ക് അതറിഞ്ഞാൽ മതി. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ കുട്ടികൾ വളരെ ബുദ്ധിയുള്ള കുട്ടികളാണ്. സാക്ഷ്യമുള്ള അപ്പനും അമ്മയ്ക്ക് സാക്ഷ്യമുള്ള മക്കളുണ്ടാവുകയുള്ളൂ. കത്തോലിക്ക സഭയിൽ ഒരു എബ്രഹാം തൈപ്പറമ്പൽ അച്ഛനുണ്ട്. അച്ഛൻ പറയുന്നൊരു അനുഭവം അതിശ്രേഷ്ഠകരമാണ്. അവർ 8 മക്കളാണ്, അച്ഛൻ 6-മനാണ്. അച്ഛൻ പറയും, ഈ 8ാമത്തെ പ്രസവം കഴിഞ്ഞപ്പോൾ അമ്മ ഒരു മാറാരോഗിയായിട്ട് മാറി. അപ്പന് കൂലിപ്പണിയാണ്. 10 സെന്റ് സ്ഥലം, വീട്, 8 മക്കളും അപ്പനും അമ്മയും. കൂലിപ്പണി പോയി കിട്ടുന്ന പണം മുഴുവൻ അമ്മയുടെ ചികിത്സയ്ക്കാണാകുന്നത്, പകുതി പട്ടിണിയാണ്. അങ്ങനെ മുമ്പോട്ട് പോകുന്നൊരു കുടുംബമാണ്. അങ്ങനെ ഇരിക്കെ തൊട്ടടുത്തൊരു ധനികനായിരിക്കുന്ന ഒരു മനുഷ്യനുണ്ട്, ഒരു അച്ചായനുണ്ട്. ഇവരെ ഒരുപാട് സഹായിക്കുന്നതാണ്. അച്ചായൻ പറഞ്ഞു, എടാ മക്കളൊക്കെ വിദേശത്ത് വരാം, നീ പ്ലാവേ കയറി 2 ചക്ക ഇട്ട് തരണം, അത് പഴിപ്പിച്ച് വെക്കണം മക്കൾ വരുമ്പോഴത്തേക്കിന്. മഴയൊക്കെ പെയ്ത് കിടക്കുകയാണെങ്കിലും ഈ അച്ചായനോടുള്ള ഒരുപാട് സഹായിക്കുന്ന ഒരു മനുഷ്യനാണ്. അതുകൊണ്ടുള്ള ആ ഒരു സ്നേഹത്തെ പ്രതി, ആ ഉത്തരവാദിത്വത്തെ പ്രതി ഈ അപ്പൻ പ്ലാവേ കയറി ചക്കയിട്ടു, താഴെ പോയി.
അപ്പോൾ ഈ അച്ഛൻ പറയുന്ന ഒരു സാക്ഷ്യമുണ്ട്. അതായത് ഈ സംഭവത്തിന് തൊട്ട് മുമ്പ് വരെ അച്ഛൻ കണ്ടുകൊണ്ടിരുന്ന ഒരു സംഭവമുണ്ട്. അതായത് ഇവര് ഇന്നത്തെ കാലത്തൊക്കെ പോലെ സൗകര്യങ്ങളൊന്നുമില്ല. ഓരോരുത്തർക്കും ഓരോ ബെഡ്റൂമോ അല്ലേ, ഓരോരുത്തർക്കും ഒരു. കഴിഞ്ഞ ദിവസം ഞാനൊരു പെരകുദാശ നടത്തിയപ്പോൾ 5 ബാത്റൂമാണ് ആ വീട്ടിൽ. ഞാനൊരു ഇതിനുമാത്രം ബാത്റൂം എന്തിനാ? ടോയ്ലറ്റ് 5 എണ്ണം. ഞാൻ പറഞ്ഞത് ഇങ്ങനത്തെ സൗകര്യങ്ങളൊന്നും ഇല്ല അന്നത്തെ കാലം. 8 മക്കളും കൂടെ വലിയൊരു തഴപ്പാ വരിച്ചിട്ട് ആ പായലാണ് 8 മക്കളും ഇങ്ങനെ അട്ടിയായിട്ട് കിടക്കുന്നത്. രാത്രിയിൽ എപ്പോഴോ ഒരു വല്ലാത്ത കരച്ചിൽ കേട്ടിട്ട്, ഒരു വിങ്ങിപ്പൊട്ടൽ കേട്ടിട്ട്, ഈ എബ്രഹാം എന്ന് പറയുന്ന അന്ന് 7-8 വയസ്സ് പ്രായമുള്ള ഈ പയ്യൻ തല പൊക്കി നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് എന്താ? നോക്കിയപ്പോൾ ഒരു ചെറിയ വീടാണ്. തൊട്ടപ്പുറത്തെ മുറിയിൽ കർത്താവിൻ്റെ മാതാവിൻ്റെ ഒരു പടമുണ്ട്. അതിന് മുമ്പിൽ ഒരു തിരി കത്തിച്ചു വെച്ചിട്ട് അപ്പൻ മുട്ടയിൽ നിന്ന് കരയുന്നു പാതിരാത്രിയിൽ. അയ്യോ, അപ്പൻ കരഞ്ഞു കണ്ടിട്ടില്ല. അപ്പൻ്റെ മുഖത്തൊരു കണ്ണുനീരോ ഒരു മ്ലാനത പോലും കണ്ടിട്ടില്ല. അപ്പൻ കരയുന്നു. എന്താ പറ്റി എന്നുള്ള രീതിയിൽ ഈ 8 വയസ്സുകാരൻ ചാടി എഴുന്നേക്കാൻ മുതിരുമ്പോ മൂന്നാമത്തെയോ നാലാമത്തെ ചേട്ടൻ തൊട്ടിപ്പുറ കിടക്കാണ്. ആ ചേട്ടൻ പറഞ്ഞു, എടാ നീ അവിടെ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങിക്കോ, അപ്പനൊന്നും പറ്റിയതൊന്നും അല്ല. നമ്മുടെ അപ്പൻ നമ്മുടെ അമ്മയ്ക്ക് വേണ്ടി, വയ്യാതിരിക്കുന്ന നമ്മുടെ അമ്മയ്ക്ക് വേണ്ടി മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത്. അത് ഇടയ്ക്കിടയ്ക്ക് ഉള്ളതാണ്. നിനക്ക് നീ ആദ്യമായിട്ട് കാണുന്നത് കൊണ്ടാണ്. അപ്പം ഇതാണ് കണ്ടു വളർന്നത്. പിന്നീട് ഈ അപ്പൻ ഈ പ്ലാവേന്ന് വീഴുന്നു. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. നട്ടലിലും വാരിയലിനും എല്ലാം പ്രശ്നം ഉണ്ടാകുന്നു. കുറേ അധികം നാൾ ജോലിക്ക് പോകാൻ സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടായി. ഒരിക്കൽ രാത്രിയിൽ ഇതുപോലെ തന്നെ ആരുടെയോ ഒരു ഒരു അടക്കി പിടിച്ച കരച്ചിൽ കേട്ട് ഈ 8 വയസ്സുകാരൻ എബ്രഹാം തല ഉയർത്തി നോക്കുമ്പോൾ ഇന്ന് അപ്പനല്ല മുട്ടയിൽ നിൽക്കുന്നത്, മെഴുകിരി കത്തിച്ച് പിടിച്ച് മുട്ടയിൽ നിൽക്കുന്ന അപ്പനല്ല, അമ്മയാണ്. അയ്യോ, അമ്മയ്ക്ക് എന്നാ പറ്റി എന്നുള്ള രീതിയിൽ ഇതാ എഴുന്നേക്കാൻ ഒരുക്കുമ്പോൾ തൊട്ടടുത്ത് കിടന്ന ജ്യേഷ്ഠൻ പറഞ്ഞു, എടാ നീ വിഷമിക്കണ്ട, അമ്മ നമ്മുടെ അപ്പന് വേണ്ടി പ്രാർത്ഥിക്കുന്നതാ. അപ്പന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു അമ്മ, മുട്ടയിൽ നിൽക്കുന്ന ഒരു അമ്മ, അമ്മയ്ക്ക് വേണ്ടി മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അപ്പൻ. സാക്ഷ്യമുള്ള കുടുംബം. എന്ത് സാക്ഷ്യമാണ് നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കുന്നത്? എന്ത് ദൈവരാജ്യ അനുഭവമാണ് കൊടുക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ഒന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ സമ്പാദ്യം എന്താ? മാതാപിതാക്കൾ കേൾക്കണം. നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ സമ്പാദ്യം എന്താണെന്നറിയാമോ? വർഷങ്ങൾക്ക് ശേഷം നിങ്ങളുടെ മക്കൾ, മാതാപിതാക്കൾ നമ്മളൊക്കെ, ഞാനും 3 മക്കളുടെ അപ്പനാണ്. നമ്മളൊക്കെ മരിച്ചു പോയി കഴിയുമ്പോൾ നമ്മുടെ മക്കൾ ഓർക്കണം, അവർ പറയണം, എൻ്റെ കുടുംബത്തിൽ കുറച്ചൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നേ, എൻ്റെ കുടുംബത്തിൽ കുറച്ചൊക്കെ അരിഷ്ടതകളൊക്കെ ഉണ്ടായിരുന്നേ, വലിയ ഒരളവിൽ ദാരിദ്ര്യമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എൻ്റെ അപ്പൻ്റെ അമ്മയുടെ ഞങ്ങളുടെ കുടുംബം ഒരു സ്വർഗമായിരുന്നു കേട്ടോ എന്ന് നിങ്ങളുടെ മക്കൾ പറയോ? പറഞ്ഞില്ല, നീ പരാജയമാണ്. പറഞ്ഞില്ലേ സഹോദരൻ, നീ ഒരു പരാജയമാണ്. ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നേ, ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നേ, പക്ഷേ എൻ്റെ കുടുംബം ഒരു സ്വർഗമായിരുന്നു നാളെ നിങ്ങളുടെ മക്കൾ നിങ്ങളെ ഓർത്ത് പറയോ? പറഞ്ഞില്ല, നീ പരാജയാന്ന്. കൺവെൻഷൻ വേദിയിൽ ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ ധൈര്യം എന്താണെന്നറിയാമോ? ഞാൻ എപ്പോഴൊക്കെ പ്രസംഗിച്ചാലും ആ പ്രസംഗത്തിന്റെ സമയം മുഴുവൻ മുട്ടേ നിൽക്കാൻ എനിക്കൊരു അമ്മയുണ്ടെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ധൈര്യം. ഞാൻ എപ്പോഴൊക്കെ പ്രസംഗിക്കാൻ എല്ലാ ദിവസവും അമ്മ ചോദിക്കും, അച്ഛാ ഇന്ന് എവിടാ? എൻ്റെ കൂടെ അല്ല, അനിയൻ്റെ കൂടെയാണ് അമ്മ ഇപ്പോൾ താമസിക്കണം. ഇന്നെവിടാ? നാളെ എവിടാ പ്രസംഗം? ഇപ്പം കുറവാണ്. അപ്പോൾ സമയമൊക്കെ ചോദിക്കും, അമ്മ പള്ളിക്കരയിലാണ്, മുറക്കാലാണ്. എപ്പോഴാണ് പ്രസംഗം? ഒരു 7-7:15 തുടങ്ങുമായിരിക്കും, 8:45 തീരുമായിരിക്കും. ആയിക്കോട്ടെ. ഇപ്പം ഞാൻ ഈ സ്റ്റേജിൽ കയറുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ ധൈര്യം എന്താ? ഈ 7:15 മുതൽ ഈ 8:45 വരെ എൻ്റെ അമ്മയുടെ മുട്ട നിൽക്കുകയാണ്. ആ സാക്ഷ്യം നിങ്ങൾക്കുണ്ടോ? ദൈവരാജ്യ അനുഭവം നഷ്ടപ്പെട്ട കുടുംബങ്ങളാണ് ഇന്ന് ചുറ്റും നോക്കുമ്പോൾ കാണുന്നത്. എൻ്റെ അപ്പൻ്റെ ദൈവം, എൻ്റെ അമ്മയുടെ ദൈവം പറയോ? ഇല്ലെങ്കിൽ നമ്മളൊരു പരാജയമായിട്ട് മാറിയല്ലോ സഹോദരങ്ങളെ, പരാജയമായിട്ട് മാറും. അപ്പൊ രണ്ടാമത്തെ കാര്യം, പ്രശ്നം അതാണ്, ദൈവരാജ്യ അനുഭവം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. നമ്മുടെ കുടുംബങ്ങളിൽ ദൈവരാജ്യ അനുഭവങ്ങൾ നഷ്ടപ്പെട്ടു പോയിരിക്കണു. നിങ്ങൾ തന്നെ ചിന്തിക്കുക, കുടുംബത്തിലെ അവസ്ഥ എന്താണ്? വചനം വായിക്കണുണ്ടോ? വചനം കൊടുക്കുന്നുണ്ടോ മക്കൾക്ക്? പ്രാർത്ഥിക്കുന്ന കുടുംബമാണോ? നിങ്ങൾ തന്നെ ചിന്തിക്കുക. നിങ്ങളുടെ വീട്ടിലെ സംഭാഷണങ്ങൾ എങ്ങനെ പോകുന്നു? ഒന്നിച്ചിരുന്ന് സംസാരിക്കാൻ സമയമുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഞാൻ അധികം അതിലേക്ക് പോകുന്നില്ല, അത് പലരുടെയും കണ്ണൊക്കെ നിറയുന്നുണ്ട്, ഞാൻ നിർത്തി. രണ്ടാമത്തെ കാര്യം അതാണ്, ദൈവരാജ്യ അനുഭവം നഷ്ടപ്പെട്ട കുടുംബം. മൂന്നാമത് പ്രവാചകൻ പറയാണ്, ഒലിവ് മരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോയി.
ഒലിവ് മരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോയി. ഒലിവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ലോകത്തില് ഒലിവ് സമാധാനത്തിന്റെയും സൗഖ്യത്തിന്റെയും ഒക്കെ പ്രതീകമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ലോക സമാധാനത്തിന്റെ പ്രതീകമായിട്ട് ഒളിമ്പിക്സ് ഒക്കെ ആരംഭിച്ചപ്പോൾ വിജയികൾക്ക് ആദ്യ കാലഘട്ടങ്ങളിൽ കൊടുത്തുകൊണ്ടിരുന്നത് ഒലിവ് ഇല കൊണ്ടൊക്കെ ഒരുക്കിയ ഒരു കിരീടമാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അത് നിങ്ങൾക്കറിയാം. അപ്പൊ ഒലിവ് എന്ന് പറയുന്നത് സമാധാനത്തിന്റെയും സൗഖ്യത്തിന്റെയും ചിഹ്നമാണ്. ഇവിടെ കാണുന്നു സമാധാനത്തിന്റെ സൗഖ്യത്തിന്റെയും ചിഹ്നം. അതാ ഒലിവ് മരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി എന്ന് പറഞ്ഞാൽ ചുറ്റും നോക്കുമ്പോൾ പ്രവാചകൻ പറയാണ്, സമാധാനവും സൗഖ്യവും നഷ്ടപ്പെട്ടിരിക്കുന്നു. ചുറ്റും നോക്കുമ്പോൾ സമാധാനവും സൗഖ്യവും നഷ്ടപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. ഒരു രീതിയിൽ ഒരു സമാധാനം ഇല്ല. എന്താലോചിച്ചാൽ ഒരു സമാധാനമുള്ള ഒരു രീതിയിൽ ഒരു സമാധാനമില്ല. പ്രിയപ്പെട്ടവരെ, എനിക്ക് തോന്നുന്നു അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു വാർത്തയുണ്ട്. അതായത് ഈ പത്രമുണ്ടെങ്കിൽ നോക്കിയാൽ മതി. 2021 ഒക്ടോബർ 10 പ്രത്യേകത ലോക മാനസിക ആരോഗ്യ ദിനമാണ്. ലോക മാനസിക ആരോഗ്യ ദിനത്തിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ ആരോഗ്യമന്ത്രി സംസ്ഥാനത്തെ ഇങ്ങനെ ഒരു ആ ലോക മാനസികാരോഗ്യ ദിനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പത്രസമ്മേളനം നടത്തിയപ്പോൾ ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ നടത്തി. എനിക്ക് എന്തുകൊണ്ടോ ഇത് ആരും ശ്രദ്ധിച്ചില്ലെന്ന് എനിക്ക് തോന്നുന്നത്. പ്രിയപ്പെട്ടവരെ, ആരോഗ്യമന്ത്രി പറയുകയാണ്, കേരള ജനസംഖ്യയുടെ 18.8% ആളുകൾ ശാസ്ത്രീയമായ ചികിത്സ വേണ്ട മാനസിക അസുഖമുള്ളവരാണ്. വല്ല മനസ്സിലായ? അതായത് കേരള ജനസംഖ്യയുടെ 18.8% ആളുകൾ ശാസ്ത്രീയ ചികിത്സ ആവശ്യമുള്ള മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരാണ്. മന്ത്രിയുടെ അതേ ഭാഷയാണ് ഞാൻ പറഞ്ഞത്, അതേപടി ഞാൻ പറഞ്ഞതാണ്. കേരള ജനസംഖ്യയുടെ 18.8% ആളുകൾ ശാസ്ത്രീയ ചികിത്സ ആവശ്യമുള്ള മാനസിക അസുഖമുള്ളവരാണ് എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. 18.8 റൗണ്ട് ചെയ്ത 13, 100 പേരെടുത്തു കഴിഞ്ഞാൽ 13 പേര് കേരളത്തില് മാനസിക പ്രശ്നമുള്ളവരാ. സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നു, ആന്തരിക ബലം നഷ്ടപ്പെട്ടിരിക്കുന്നു, മനസ്സിന്റെ സൗഖ്യം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരു രീതിയിലും പ്രതീക്ഷയില്ലാത്തൊരു കാലഘട്ടത്തിൽ ഞാൻ ജീവിച്ചിരിക്കുന്നു. പ്രവാചകൻ വിളിച്ചു പറയുകയാണ്, ഒരു രീതിയിലും പ്രതീക്ഷയില്ലാത്തൊരു കാലഘട്ടത്തിൽ ഞാൻ ജീവിച്ചിരിക്കുന്നു. അതാണ് ഒലിവ് മരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോയി. സമാധാനം എവിടെയെന്നറിയത്തില്ല, സൗഖ്യം എവിടെയെന്നറിയത്തില്ല, ഇരുണ്ടൊരു കാലഘട്ടത്തിൽ ഞാൻ ജീവിച്ചിരിക്കുന്നു എന്ന് പ്രിയപ്പെട്ടവരെ പ്രവാചകൻ വിളിച്ചു പറയുന്നു. 4ാമത്തെ കാര്യം കൂടെ പറഞ്ഞ് ആ മേഖല നമ്മൾ വിട്ട് അടുത്ത മേഖലയിലേക്ക് പ്രവേശിക്കും. 4ാമത് പ്രവാചകൻ പറയുന്ന പ്രശ്നം എന്തെന്നറിയാമോ? നിലങ്ങൾ ആഹാരം വിളയിക്കില്ല. ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലികൾ ഉണ്ടായിരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ഫലങ്ങളില്ലാത്ത നിലങ്ങൾ, ശൂന്യമാക്കപ്പെട്ട ഗോശാലകൾ എന്ന് പറഞ്ഞാൽ ചുറ്റും നോക്കുമ്പോൾ ശൂന്യതയുടെ ഒരു അനുഭവമാണ് കാണുവാൻ സാധിക്കുന്നത്. വല്ലാത്തൊരു ശൂന്യതാബോധമാണ് മനുഷ്യന്റെ മനസ്സിൽ. പ്രവാചകൻ വിളിച്ചു പറയുക, പ്രവാചകൻ തന്റെ കാലഘട്ടത്തെ കുറിച്ച് പറയുകയാണ്, മനുഷ്യന്റെ മനസ്സിൽ വല്ലാത്തൊരു ശൂന്യത അനുഭവമാണ്. മാത്രമല്ല ചുറ്റും ഒരു ഫലശൂന്യത, ഒന്നിനും ഒരു റിസൾട്ട് ഇല്ലാത്തൊരു കാലഘട്ടം. എന്തിന് കഷ്ടപ്പെട്ടാലും ഒരു റിസൾട്ട് ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ ഞാൻ ജീവിച്ചിരിക്കുന്നു. എന്തിനിറങ്ങി തിരിച്ചാലും ഒരു റിസൾട്ട് ഇല്ല. എന്തിനിറങ്ങി തിരിച്ചു? പഠിക്കാൻ പോയ മക്കളെ പാതി പഠിത്തം നിർത്തി തിരിച്ചു വരുന്നു. ഒരു വീട് വെക്കാൻ ഒരുങ്ങുന്നു, വീട് തറ കെട്ടി അവിടെ ഇട്ടേക്കുകയാണ്, ബാക്കി മുമ്പോട്ട് പോകുന്നു. ഒന്നിനും ഒരു റിസൾട്ട് ഇല്ല. ഒരുപാട് അധ്വാനിക്കാനുള്ളതെല്ലാം അധ്വാനിക്കുന്നുണ്ട്, കഷ്ടപ്പെടാനുള്ളതെല്ലാം കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ ഒന്നിനും ഒരു റിസൾട്ടിലേക്ക് വരുന്നില്ല. ഫലങ്ങളില്ലാത്ത ശൂന്യത. അതുകൊണ്ട് തന്നെ ഒരു പ്രതീക്ഷയില്ലാത്ത ഒരു ജീവിതമാണ്. ഒരു പ്രതീക്ഷയില്ലാത്തൊരു ജീവിതം, ഒരു ശൂന്യം. ഹൃദയത്തിലാണെങ്കിലും വല്ലാത്തൊരു ശൂന്യതയാണ്, ഒരു സന്തോഷമില്ല, വല്ലാത്തൊരു ശൂന്യത. ചുറ്റും നോക്കുമ്പോൾ പ്രതീക്ഷകളൊന്നും കാണുന്നില്ല. പ്രിയപ്പെട്ടവരെ, ശുദ്ധമുള്ള മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിലേക്ക് നേരെ ഒന്ന് വരികയാണ്, പുതിയ നിയമത്തിലേക്ക് ഒന്ന് വരികയാണ്. എൻ്റെ 3-ാം വാക്യം മാത്രം ഒന്ന് വായിക്കുകയാണ്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. ആത്മാവിൽ ദാരിദ്ര്യം ഭാഗ്യമാണെന്ന് പറഞ്ഞു പഠിപ്പിച്ചത് മറ്റാരുമല്ല, നമ്മുടെ കർത്താവ് തന്നെ ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞു പഠിപ്പിക്കുകയാണ്. ആത്മാവിൽ ദാരിദ്ര്യം ഭാഗ്യമാണ്. ആത്മാവിൽ ദാരിദ്ര്യം എങ്ങനെയാണ് ദാരിദ്ര്യം എങ്ങനെയാ ഭാഗ്യമായി മാറുന്നത്? കർത്താവ് തന്നെ പറഞ്ഞു പഠിപ്പിക്കുക, ദാരിദ്ര്യം ഭാഗ്യമാണ്. എന്ത് ദാരിദ്ര്യമാ? ആത്മാവിൽ ദാരിദ്ര്യം ഭാഗ്യമാണ്. കർത്താവ് എന്താ ആത്മാവിൽ ദാരിദ്ര്യം?
പ്രിയപ്പെട്ടവര്, നമ്മൾ ഏതൊരു സുറിയാനിക്കാരനും മനസ്സിലാക്കേണ്ട ഒരു യഥാർത്ഥത്തിൽ അതിന്റെ അർത്ഥം മനസ്സിലാക്കേണ്ട ഒരു വചനമാണ് ആത്മാവിൽ ദാരിദ്ര്യം. കാരണം പരിശുദ്ധ സുറിയാനി സഭയുടെ പിതാക്കന്മാർ ഏറ്റവും അധികം വ്യാഖ്യാനിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്തിട്ടുള്ളൊരു പദമാണ് ഈ ആത്മാവിൽ ദാരിദ്ര്യം. വിശുദ്ധ ബൈബിളിന്റെ മൂലഭാഷയായ ഗ്രീക്ക് ഭാഷയിൽ ഈ ആത്മാവിൽ ദാരിദ്ര്യം എന്നുള്ള പദം പറയുമ്പോൾ ഈ ദാരിദ്ര്യത്തിന് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം ടോക്കോ എന്നാണ്. ഏറ്റവും അധികം പിതാക്കന്മാർ വ്യാഖ്യാനിക്കുകയും ധ്യാനിക്കുകയും ചെയ്തിട്ടുള്ള ഒരു പദമാണ് ഈ ടോക്കോയ്. ടോക്കോയ് എന്ന് പറഞ്ഞ പദത്തിന്റെ ഡയറക്റ്റ് മീനിങ് ടു ബെഗ് എന്ന് പറഞ്ഞാൽ ടു ബെഗ് യാചിക്കുക എന്നാണ്. പക്ഷേ ഒരുപാട് വ്യാഖ്യാനങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. വ്യാഖ്യാനങ്ങൾ സമയത്തിന്റെ പരിമിതി കൊണ്ട് പറയുന്നില്ല. അതെല്ലാം കൂടി ഒന്ന് ക്രോഡീകരിച്ച് ഒന്നിച്ച് ആക്കിയാൽ പ്രിയപ്പെട്ടവരെ എന്താണ് ആത്മാവിൽ ദാരിദ്ര്യം എന്ന് മനസ്സിലാകും. ഈ ടോക്കോ എന്ന് പറഞ്ഞ പദത്തിന് പുറകെ പോയാൽ എന്താ ദാരിദ്ര്യം എന്ന് മനസ്സിലാകും. പ്രിയപ്പെട്ടവരെ ഇങ്ങോട്ട് ശ്രദ്ധിച്ചോ, എന്താണ് ഈ ടോക്കോ എന്ന് പറഞ്ഞ പദം നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ തകർച്ചകൾ ഉണ്ടാകുമ്പോൾ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, ജീവിതത്തിൽ എങ്ങനെ മുമ്പോട്ട് പോകണം എന്നറിയാതെ ഭാരപ്പെട്ടു നിൽക്കുന്ന അവസരത്തിൽ, എന്ത് ചെയ്യണമെന്നറിയാതെ മാനസികമായിട്ട് ചഞ്ചലപ്പെട്ടു നിൽക്കുന്ന അവസരത്തിൽ ഇതാ സർവശക്തനായ ദൈവത്തിന് മുമ്പിൽ ചെന്നുകൊണ്ട് മുഴങ്കാലം അടക്കിക്കൊണ്ട് സർവശക്തനായ ദൈവത്തോട്, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ മുമ്പിലുള്ള പ്രശ്നങ്ങൾ, എൻ്റെ മുമ്പിലുള്ള പ്രതിസന്ധികൾ എങ്ങനെ തരണം ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ഈ പ്രശ്നങ്ങൾ, ഈ തകർച്ചകൾ തരണം ചെയ്യാനുള്ള കഴിവോ പ്രാപ്തിയോ ബലമോ ഒന്നും എനിക്കില്ല. ചുറ്റും നോക്കുമ്പോൾ എന്നെ സഹായിക്കാനും ആരുമില്ല. ചുറ്റും അന്ധകാരം നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ ഞാൻ ജീവിക്കുന്നു. അപ്പാ, എനിക്ക് നീ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ നീ മുഴങ്കാലം അടക്കാൻ തയ്യാറായാൽ അതാണ് ആത്മാവിൽ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ. സർവശക്തനായ ദൈവത്തിന്റെ സന്നിധി വന്ന് തമ്പുരാനെ എനിക്ക് നീ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് സർവശക്തനായ ദൈവത്തിന്റെ സന്നിധി നമ്മളെ തന്നെ പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നുണ്ടോ? ഈ യഹൂദന്മാരുടെ ഒരുപാട് യഹൂദന്മാർ പറഞ്ഞു വരുന്ന ഒരുപാട് കഥകളുണ്ട്. അത് യഹൂദ കഥകൾ എന്നുള്ള രീതിയിൽ ഒരുപാട് പുസ്തകങ്ങളൊക്കെ കിട്ടും. അങ്ങനെ ഒരു പുസ്തകത്തിൽ വന്നൊരു സംഭവമാണ്, എഴുതിയേക്കുന്ന സംഭവമാണ്. ഒരിക്കൽ ദാവീദ് രാജാവ് തൻ്റെ ആ ജീവിതത്തിന്റെ ഏറ്റവും ഗ്ലോറിയസ് ആയിട്ടുള്ള കാലഘട്ടം എന്ന് പറഞ്ഞാൽ താൻ രാജാവായിട്ട് മറ്റ് രാജാക്കന്മാർ എല്ലാം ഭയപ്പെടുന്ന രാജാവായിട്ട്, താന് സൈന്യബലത്തിൽ സമ്പത്തിൽ എല്ലാ രീതിയിലും അനുഗ്രഹീതനായി തൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഗ്ലോറിയസ് ആയിട്ടുള്ളൊരു കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു സമയം. ഒരു സായാഹ്നത്തിൽ ക്ഷീണമുണ്ട്, നല്ല തിരക്കായിരുന്നു. തൻ്റെ ആ ടെറസിൽ വന്ന്, തൻ്റെ ആ കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ വന്ന് വെറുതെ ഒന്ന് വിശ്രമിക്കാൻ കടന്നതാണ്. മയങ്ങിപ്പോയി. ആ മയക്കത്തിൽ സർവശക്തനായ ദൈവം ഈ ദാവീദിന്റെ തലയ്ക്കകത്തേക്ക് കൊടുക്കുന്ന ഒരു ചിന്തയുണ്ട്. ഒരു ഫ്ലാഷ് ബാക്ക്, ഒരു സിനിമ പോലെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. ഇന്ന് രാജാവായിട്ട് വിഹരിക്കുകയാണ്. എന്നാൽ വർഷങ്ങൾ മുമ്പ് ഇതൊന്നുമില്ലാതെ സ്വന്തം വീട്ടുകാർക്ക് പോലും വേണ്ടാത്തവനായിട്ട് ഇതാ ആടുകളെ മേയിച്ച് നടന്ന ഒരു ദാവീദിന്റെ ചിത്രം ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്നുമില്ലാതെ ആർക്കും വേണ്ടാത്തവനായിട്ട് നടന്നൊരു കാലഘട്ടമുണ്ട്. അന്ന് പാട്ടും പാടി കിന്നരവും വായിച്ച് ആടുകളെ മേയിച്ച് നടന്ന ദാവീദിന്റെ ഒരു ചിത്രം ദൈവം, സർവശക്തനായ ദൈവം ദാവീദിന്റെ ഹൃദയത്തിലേക്ക് ഇട്ടുകൊടുക്കുക. തിരക്ക് കാരണം അല്പം പ്രാർത്ഥനയൊക്കെ കുറഞ്ഞ സമയമായിരുന്നു ദാവീദിന്. ദാവീദ് ചാടി എഴുന്നേറ്റിട്ട് കരഞ്ഞുകൊണ്ട് തന്റെ വസ്ത്രം കീറിക്കൊണ്ട് ഓടുകയാണ്. ചുറ്റും നിൽക്കുന്ന പടയാളികളും ബന്ധുക്കളും ഭാര്യമാരൊക്കെ വിചാരിക്കുന്നു, എന്തു പറ്റി? ശൗലിന് വന്നപോലെ ചിത്തഭ്രമം സംഭവിച്ചാണോ? എന്തു പറ്റി എന്ന് വിചാരിച്ചുകൊണ്ട് അവരെല്ലാം പുറകെ ഓടുന്നു. നേരെ ഒലിവുമലയുടെ ചോട്ടിൽ ചെന്ന് നിന്നുകൊണ്ട് മുഴങ്കാലും അടക്കിക്കൊണ്ട് ദാവീദ് വിളിച്ചു പറയുന്നുണ്ട്, ഇതാ അപ്പാ, എനിക്ക് നീ മാത്രമേ ഉള്ളൂ. അന്നും ഇന്നും എന്നും, അന്നും ഇന്നും എന്നും യഹോവേ, എനിക്ക് നീ മാത്രം. 121 സങ്കീർത്തനത്തിന്റെ പശ്ചാത്തലമാണ് ഈ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, അപ്പോ ആത്മാവിൽ ദാരിദ്ര്യം അതാണ്. അതായത് നിന്റെ ജീവിതത്തിൽ ഫലശൂന്യതയാണോ? നീ തമ്പുരാന്റെ മുമ്പിൽ മുഴങ്കാലം അടക്കാൻ നീ മുട്ടുകുത്ത. നിന്റെ ജീവിതത്തിൽ ഒരു റിസൾട്ട് ഇല്ല. ഒരു രീതിയിൽ നിന്നെ സഹായിക്കാനും ആരെ കൊണ്ട് സാധിക്കുന്നില്ല. നീ ഒരു ആത്മാവിൽ ദാരിദ്ര്യത്തിന്റെ അനുഭവത്തിലേക്ക് വാ എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള പിടികളെല്ലാം വിട്ടിട്ട് നീ സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ മുഴങ്കാലം അടക്കി കണ്ണുനീരൊഴുക്കി, അപ്പാ, എനിക്ക് നീ മാത്രമേ ഉള്ളൂ, എന്നെ സഹായിക്കാൻ നീ മാത്രമേ ഉള്ളൂ എന്ന് പറയാൻ നീ ഇടയായാൽ നിന്റെ ജീവിതത്തിൽ വിടുതലുകൾ സംഭവിക്കാൻ പോവുകയാണ്. അതായത് മറ്റൊന്നിനും താരതമ്യം ചെയ്യാനാവാത്തതും മറ്റൊന്നിനോടും പകരം വെക്കാനാവാത്തതുമായ ഒരു ബന്ധം ദൈവത്തോട് സ്ഥാപിച്ചാൽ മാത്രമേ ഇനിയുള്ള കാലഘട്ടത്തിൽ പിടിച്ചു നിൽക്കാനൊക്കത്തുള്ളൂ. അതാണ് ആത്മാവിൽ ദാരിദ്ര്യം. മറ്റൊന്നിനോടും താരതമ്യം ചെയ്യാനാവാത്തതും മറ്റൊന്നിനും പകരം വെക്കാനാവാത്തതുമായ ഒരു ബന്ധം ദൈവത്തോട് സ്ഥാപിക്കുക.
പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് ഏറ്റവും അനുഗ്രഹം നിറഞ്ഞ മനുഷ്യൻ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും സമാധാനവും സമൃദ്ധിയുള്ള മനുഷ്യനാണ്. സമാധാനവും സംതൃപ്തിയാണ് ഈ ലോകത്ത്. സംതൃപ്തി ഇല്ലാതെ അലയുന്ന എത്രയോ മനുഷ്യരുണ്ട്. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ശാപം എന്താണ്? ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ശാപം സംതൃപ്തിയില്ലാത്ത മനസ്സാണ്. ഒന്നിനും തൃപ്തിയില്ലാത്ത മനസ്സാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ശാപം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജോലി, നമ്മുടെ ബിസിനസ്, നമ്മുടെ ആഭരണങ്ങൾ, സമ്പത്തൊക്കെ ജീവിതം സന്തോഷമാക്കാനുള്ള ചില ഉപാധികൾ മാത്രമാണ്. എന്നാൽ ഇത് മാത്രമാണ് ജീവിതമെന്ന് വിചാരിച്ച് അതിന്റെ പുറകെ പോയാൽ നീ ഈ ശൂന്യതയുടെ അനുഭവത്തിലേക്ക് ചെന്ന് വീഴും. ഒരു സമാധാനവും സംതൃപ്തിയും നിനക്ക് ഈ പണത്തിൽ നിന്നോ സമ്പത്തിൽ നിന്നോ ഒന്നും ഉണ്ടാക്കാൻ സാധിക്കത്തില്ല. സമാധാനവും സംതൃപ്തിയും ദൈവത്തിൽ നിന്ന് മാത്രം വരുന്നു. മനസ്സിലാക്കുക. അപ്പോൾ പ്രവാചകൻ പറയുകയാണ്, വല്ലാത്തൊരു ഫലശൂന്യതയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുകയാണ്. റിസൾട്ട് ഇല്ല, പ്രതീക്ഷയൊന്നുമില്ലാത്തൊരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയും ക്രിസ്തീയ ജീവിതം ഒരു ഭക്തന് വെള്ളത്തിന് മീതെ പത്രോസ് നടന്നതുപോലെയാ. ഒരു ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അതാണ്. വെള്ളത്തിന് മീതെ പത്രോസ് നടന്നതുപോലെയാ. കർത്താവിന്റെ മുഖത്തേക്ക് മാത്രം നോക്കിക്കൊണ്ടുള്ളൊരു യാത്ര. എപ്പോ ആ വിളിക്കൊരു പ്രത്യേകതയുണ്ട്. എപ്പോ തമ്പുരാന്റെ മുഖത്ത് നിന്ന് കണ്ണു പറഞ്ഞു, ആ നിമിഷം നീ വെള്ളത്തിൽ മുങ്ങിപ്പോകും, നീ ശൂന്യതയിലേക്ക് മുങ്ങിപ്പോകും. കർത്താവിന്റെ പൊന്നുമുഖത്തേക്ക് മാത്രം നോക്കി ദൈവത്തിൽ മാത്രം ആശ്രയിച്ച്, അപ്പാ എനിക്ക് നീ മാത്രമേ ഉള്ളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ജീവിക്കേണ്ട ഒരു ജീവിതമാണ് പ്രിയപ്പെട്ടവര് ഈ കാലഘട്ടത്തിലെ ജീവിതം എന്ന് പറയുന്നത്. കാരണം ഇത് ശൂന്യതയുടെ അനുഭവങ്ങളുള്ള കാലഘട്ടമാണെന്നാണ് പ്രവാചകൻ പറയുന്നത്. നമ്മളിന്ന് കാണുന്നു ഒരു ഫലശൂന്യതയുടെ കാലഘട്ടമാണ്, ഒരു റിസൾട്ട് ഇല്ലാത്തൊരു കാലഘട്ടമാണ്. എന്തിനിറങ്ങി പുറപ്പെട്ടാലും റിസൾട്ട് ഇല്ലാതെ പോകുന്നൊരു കാലഘട്ടമാണ്, ഒരു ഫലശൂന്യതയുടെ കാലഘട്ടം. പ്രിയപ്പെട്ടവരെ, അപ്പൊ 4 കാര്യങ്ങളാണ് ഇവിടെ കണ്ടത്. ഇതാ ഒന്നാമത്തെ കാര്യം, പച്ചപ്പ് നഷ്ടപ്പെട്ട ഒരു കാലഘട്ടം. 2, ദൈവരാജ്യ അനുഭവങ്ങൾ കുടുംബത്തിൽ നിന്ന് പോലും നഷ്ടപ്പെട്ട ഒരു കാലഘട്ടം. 3, സമാധാനവും സൗഖ്യവും നഷ്ടപ്പെട്ട കാലഘട്ടം. 4, വല്ലാത്തൊരു ശൂന്യതയുടെ കാലഘട്ടം. ഇതാണ് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത. ഹബക്കൂക്ക് പ്രവാചകൻ പറയുന്നു, എന്റെ കാലഘട്ടത്തിന്റെ പ്രത്യേകത അതാണ്. നമ്മളും വിളിച്ചു പറയുകയാണ്, ഇത് തന്നെയാണ് പ്രവാചക ഞങ്ങൾ ജീവിക്കുന്ന കാലഘട്ടത്തിന്റെ പ്രത്യേകത. ഇനി മുമ്പോട്ടാണ് പ്രധാനപ്പെട്ട ചിന്ത. അരമണിക്കൂർ കഷ്ടിച്ച് സമയമുണ്ട്. ആ സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം പ്രിയപ്പെട്ടവരെ. മുമ്പോട്ട് പ്രവാചകൻ പറയുകയാണ് 18-ാം വാക്യം, എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിൽ സന്തോഷിച്ചു ഉല്ലസിക്കും. എന്തോ ഒരു പറച്ചിലാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഫലശൂന്യതയുടെ കാലഘട്ടം, സന്തോഷമില്ലാത്ത കാലഘട്ടം, പ്രതീക്ഷ നഷ്ടപ്പെട്ട, പച്ചപ്പ് നഷ്ടപ്പെട്ട കാലഘട്ടം, സമാധാനവും സംതൃപ്തിയില്ലാത്ത കാലഘട്ടം, ദൈവരാജ്യ അനുഭവമില്ലാത്ത കാലഘട്ടം. ഈ കാലഘട്ടത്തിന്റെ മധ്യേയും എൻ്റെ ചുറ്റും നോക്കുമ്പോൾ മുഴുവൻ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമാണെങ്കിലും ഞാൻ എൻ്റെ ദൈവത്തിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. വെറുതെ സന്തോഷിക്കല്ല, ഞാൻ അങ്ങോട്ട് വളരെ ഘോഷിച്ചങ്ങോട്ട് ഉല്ലസിക്കാൻ പോവുകയാണ്. ഇത്രയും വലിയ പ്രതിസന്ധി ചുറ്റും നടക്കുമ്പോഴും പ്രവാചകൻ പറയുക, ഇതൊക്കെയാണ് ഞാനായിരിക്കുന്ന സമൂഹത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളെങ്കിലും ഞാൻ അങ്ങോട്ട് ഘോഷിച്ച് ഉല്ലസിക്കും. എന്ന് വെറുതെ സന്തോഷിക്കുകയല്ല, ഞാൻ അങ്ങോട്ട് ഘോഷിച്ചങ്ങോട്ട് ഉല്ലസിക്കാൻ പോവുകയാണ്. കാരണം എന്താ? കാരണമാണ് മുമ്പോട്ട് പറയുന്നത്. 3 കാരണങ്ങളാണ് പ്രവാചകൻ പറയുന്നത്. ഈ പ്രതിസന്ധികളുടെ മധ്യേ ഞാൻ ഘോഷിച്ചു, ഇതൊന്നും എന്നെ ബാധിക്കത്തില്ലെന്ന്. ഈ ചുറ്റും നടക്കുന്ന പ്രശ്നങ്ങൾ, അതായത് ശ്രദ്ധിച്ചേ എന്റെ പ്രിയപ്പെട്ടവരെ, ചുറ്റും സഹനത്തിന്റെ അഗ്നിമഴ, സഹനത്തിന്റെ തീമഴ പെയ്യുമ്പോഴും ഞാൻ സുരക്ഷിതനായിരിക്കും, എൻ്റെ കുടുംബം സുരക്ഷിതമായിരിക്കും എന്നാണ് പ്രവാചകൻ പറയുന്നത്. അതുകൊണ്ട് ഞാനും എൻ്റെ കുടുംബം ഘോഷിച്ച് ഉല്ലസിക്കും. ഞങ്ങൾ വളരെ സന്തോഷിച്ച് യഹോവയിൽ സന്തോഷിച്ച് ഘോഷിച്ച് ഉല്ലസിക്കും. അതിന് കാരണം എന്താണെന്ന് 3 കാരണങ്ങൾ പറയുകയാണ്. ഒന്ന് എൻ്റെ ബലം. 19-ാം വാക്യത്തിന്റെ ആദ്യത്തെ ഭാഗം, യഹോവയായ കർത്താവ് എൻ്റെ ബലമാകുന്നു. അതായത് ഒന്നാമത്തെ കാര്യം, ഈ പ്രശ്നങ്ങളുടെ പ്രതിസന്ധികളുടെ മധ്യേ ഞാൻ അങ്ങ് ഘോഷിച്ച് ഉല്ലസിക്കുകയാണ്. ഞാൻ എൻ്റെ ജീവിതം ഒരു ആഘോഷമാക്കി മാറ്റാൻ പോവുകയാണ്. ഞാൻ അങ്ങ് എൻ്റെ ജീവിതം, ഈ പ്രശ്നങ്ങൾ ചുറ്റുമുള്ളപ്പോഴും ഞാൻ എൻ്റെ ജീവിതം ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒന്നാമത്തെ കാരണം എന്താ? പ്രവാചകൻ പറയുന്നു, കാരണം ലോകമേ നീ അല്ല എൻ്റെ ബലം എൻ്റെ ദൈവമാണ്. എൻ്റെ ബലം എൻ്റെ ദൈവമാണ്. ദാവീദും അത് വിളിച്ചു പറയുന്നുണ്ട്. 27-ാം സങ്കീർത്തനം 1-ാം വാക്യം, യഹോവ എൻ്റെ ജീവന്റെ ബലം. മോശയുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടായിരുന്ന ഒരു വലിയ ബോധ്യമുണ്ട്, ഞാനൊരു ബലഹീനനാണ്, ഞാൻ കുറവുള്ളവനാണ്, ഞാൻ വിക്കുള്ളവനാണ്, എൻ്റെ ദൈവമാണ് എൻ്റെ ബലം. പ്രിയപ്പെട്ടവരെ, പുണ്യപ്പെട്ട പൂർവ്വപിതാക്കന്മാരുടെ എല്ലാം ജീവിതത്തിൽ അതാണ് നമ്മൾ കാണുന്നത്. അവർക്ക് ബലഹീനതകളുണ്ടെങ്കിലും ദൈവം ബലമുള്ളവനാണ്. എൻ്റെ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ഞാനും ബലമുള്ളവനായി തീരും. എൻ്റെ ബലം എൻ്റെ ദൈവമാണ്.
മനുഷ്യൻ ബലഹീനമായി പോയൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഒന്നാമത്തെ ധ്യാനം അതാണ്, എന്റെ ദൈവമാണ് എന്റെ ബലം. ഈ ലോകമേ ലോകമേ നീ അല്ല. നിന്നെ നോക്കിക്കൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തി അല്ല ഞാൻ. നിന്നെ നോക്കിക്കൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയല്ല. എന്റെ ബലം എന്റെ ആശ്രയം എന്റെ കർത്താവ് മാത്രമാണെന്നാണ് പ്രവാചകൻ വിളിച്ചു പറയുന്നത്. ഇതിന്റെ പ്രശ്നങ്ങളുടെ മധ്യേയും പ്രതിസന്ധികളുടെ മധ്യേയും ഞാൻ ഘോഷിച്ചുല്ലസിക്കാനുള്ള കാരണം എന്റെ ബലം എന്റെ ദൈവം. അതിന് കാരണമുണ്ട്. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചേ, എൻ്റെ പ്രിയപ്പെട്ടവർ, ഈ ലോകത്ത് പരാജയപ്പെട്ടു പോകാത്ത രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. എനിക്ക് ചങ്ക കൈവച്ചുകൊണ്ട് പറയാൻ സാധിക്കും. നിങ്ങളെല്ലാം ശ്രദ്ധിക്കണേ, എനിക്ക് ചങ്ക എന്തും പരാജയപ്പെടാവുന്ന കാലഘട്ടമാണ്. പക്ഷേ ഈ പ്രതിസന്ധിയുടെ മധ്യേ ഞാൻ പറയും, എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും പരാജയപ്പെട്ടു പോകത്തില്ലാത്ത രണ്ട് കാര്യങ്ങളുണ്ട്. എന്താണെന്നറിയാമോ? എൻ്റെ പ്രാർത്ഥനയും എൻ്റെ വിശ്വാസവും. ഈ ലോകത്ത് എന്തൊക്കെ പരാജയപ്പെട്ടു പോയാലും, ഈ ലോകത്ത് വേറെ എന്തൊക്കെ അഴിഞ്ഞു പോയാലും, എൻ്റെ പ്രാർത്ഥനയും എൻ്റെ വിശ്വാസവും പരാജയപ്പെടുകയില്ല, അഴിഞ്ഞു പോകുകയില്ല. ലാസറിന്റെ കുഴിമാടത്തിന് മുമ്പിലേക്ക് കർത്താവ് വന്നു. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം. ഇതാ ലാസറിന്റെ കുഴിമാടത്തിന്റെ മുമ്പിലേക്ക് കർത്താവ് വരുന്നു. കല്ല് നീക്കാൻ പറഞ്ഞു. സ്വാഭാവികമായിട്ടും പിന്നീട് പറയേണ്ടത് എന്താ? ലാസറെ പുറത്തു വരിക എന്നാണ് പറയേണ്ടത്. പക്ഷേ ലാസറെ പുറത്തു വരിക എന്ന് പറയുന്നതിന് മുമ്പ് ഒരു ചെറിയ സംഭവം നടക്കുന്നുണ്ട്. ആ കല്ലറയുടെ മുമ്പിൽ നിന്നുകൊണ്ട് കർത്താവ് 2 കര ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവേ, ഞാൻ നിന്നെ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ശരിക്കും എന്തിനാ കർത്താവ് നന്ദി പറഞ്ഞേ? ഞാൻ നിന്നെ സ്തുതിക്കുകയാണ് കർത്താവേ, ഞാൻ നിനക്ക് നന്ദി പറയുകയാണ്. നീ എപ്പോഴും എൻ്റെ പ്രാർത്ഥന ശ്രവിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. ലാസറിനെ ഉയർപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ആദ്യം തന്നെ കർത്താവ് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. പിതാവേ നന്ദി, നന്ദി, താങ്ക് യു. പിതാവേ നന്ദി. കാരണം എന്താ? കർത്താവിന് അത്രമേൽ ഉറപ്പാണ്. പിന്നീടുള്ള വചനത്തിൽ എൻ്റെ പ്രാർത്ഥന എൻ്റെ വിശ്വാസം ഒരിക്കലും പരാജയപ്പെടത്തില്ലെന്ന് കർത്താവിന് അത്രമേൽ ഉറപ്പാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ പ്രതിസന്ധിയുടെ മധ്യേയും ഞാൻ സന്തോഷവാനായിട്ട് ഞാനും എൻ്റെ കുടുംബവും ജീവിക്കുമെങ്കിൽ അതിന് പ്രധാനപ്പെട്ട കാരണം യഹോവ എൻ്റെ ബലം. ആ ബലമാകാൻ കാരണം എന്താണ്? എൻ്റെ പ്രാർത്ഥന എൻ്റെ വിശ്വാസം ഒരിക്കലും പരാജയപ്പെട്ടു പോവുകയില്ല. എൻ്റെ പ്രാർത്ഥനയുടെ വിശ്വാസവും. ഞാൻ ശുശ്രൂഷിക്കുന്ന ദേവാലയത്തിൽ ആ ഇടവാംഗമായിരിക്കുന്ന പ്രഗത്ഭനായ ഡോക്ടറുണ്ട്, ഡോക്ടർ കുരുവിള. അദ്ദേഹം ബിലീവേഴ്സ് മെഡിക്കൽ കോളേജിലെ ഒരു പ്രഗത്ഭനായ ഡോക്ടറാണ്, വളരെ പ്രസിദ്ധനാണ്. അദ്ദേഹത്തെക്കുറിച്ചൊക്കെ ഒരുപാട് ലേഖനങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്, പല പത്രങ്ങളിലും ഒക്കെ വന്നിട്ടുണ്ട്. ഡോക്ടർ കുരുവിള അദ്ദേഹം കഴിഞ്ഞ ദിവസം അദ്ദേഹം മധുബായിക്കകത്ത് ഇപ്പോഴും ശുശ്രൂഷിക്കുന്ന മനുഷ്യനാണ്. മധുബാ ശുശ്രൂഷകനാണ് ഇപ്പോഴും. 50 വയസ്സൊക്കെ ഉണ്ട്. പ്രസിദ്ധനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു അപ്പോയിൻമെൻറ്റിന് വേണ്ടി ദൂരെ നിന്നൊക്കെ ആളുകൾ വരാറുണ്ട്. ഒരുപാട് ദിവസങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. ആ മനുഷ്യൻ ഞായറാഴ്ച എന്ന് പറഞ്ഞ ദിവസം കൊണ്ട് പള്ളി മധുബായിക്കകത്തുണ്ട് കുപ്പായിട്ട്. പ്രിയപ്പെട്ടവർ, അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അച്ഛാ, കൃത്യമായി പ്രാർത്ഥിക്കുന്ന, കൃത്യമായി നോമ്പെടുക്കുന്ന, ഉപവസിക്കുന്ന, വ്യക്തിപരമായ ദൈവാനുഭവമുള്ളവർ മെൻ്റലി ഭയങ്കര പവർഫുൾ ആയിരിക്കും, അവർ ആരോഗ്യവാന്മാരായിരിക്കും. ഒരു പ്രഗത്ഭനായ ഡോക്ടറാണ് പറയുന്നത്. കൃത്യമായി പ്രാർത്ഥിക്കുന്ന, കൃത്യമായി ഉപവസിക്കുന്ന, നോമ്പെടുക്കുന്ന, ഇതാ വ്യക്തിപരമായ ഒരു ദൈവാനുഭവം ഉള്ള മനുഷ്യർ മാനസികമായിട്ടും ശാരീരികമായിട്ടും വളരെ പവർഫുൾ ആയിരിക്കുമെന്നാണ് ഒരു ഡോക്ടർ പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവർ, ദൈവമാണ് എൻ്റെ ബലം. നിങ്ങളുടെയൊക്കെ വീട്ടിലൊരു അത്ഭുതങ്ങളുടെ നിധിപേടകം ഇരിക്കുന്നൊരു സ്ഥലമുണ്ട്. ഏതാണെന്നറിയാമോ? നിങ്ങളുടെയൊക്കെ വീട്ടിൽ, മറന്നു പോകരുത്, നിങ്ങളുടെ വീട്ടിൽ അത്ഭുതങ്ങളുടെ നിധി പേടകം ഇരിക്കുന്നൊരു സ്ഥലമുണ്ട്. അത് നിങ്ങളുടെ പ്രാർത്ഥനാ മുറി തന്നെ ഉണ്ടോ? പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വീട്ടിൽ അത്ഭുതങ്ങളുടെ നിധി പേടകം ഇരിക്കുന്നൊരു സ്ഥലമുണ്ട്. അത് പ്രാർത്ഥനാ മുറിയാണ്. മറന്നു പോകരുത്. അപ്പോൾ ലോകത്തോട് വിളിച്ചു പറയാൻ സാധിക്കണം. ദാ പ്രവാചകനെ പോലെ, ഇതൊന്നും എനിക്കൊരു പ്രശ്നമല്ല, ഇതൊന്നും എൻ്റെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന കാര്യമല്ല, ഇതൊന്നും ഞാൻ തളരത്തില്ല. കാരണം എൻ്റെ ബലം ഈ ലോകമല്ല, ലോകത്തിലുള്ളവരല്ല. എൻ്റെ ബലമെന്ന് പറയുന്നത് എൻ്റെ ദൈവമാണ്. രണ്ടാമത് ഇവിടെ പറയുകയാണ്, പ്രവാചകൻ പറയുക, ഞാൻ ഈ പ്രതിസന്ധിയുടെ മധ്യേ ഘോഷിച്ചുല്ലസിക്കും, ആർത്തുല്ലസിക്കും. രണ്ടാമത്തെ കാര്യം ഇവിടെ പറയുകയാണ്, അവൻ എൻ്റെ കാൽ പേടമാൻ കാല് പോലെ ആക്കുന്നു. എന്താ അതിന്റെ അർത്ഥം? പേടമാൻ പോലെ ആക്കുന്നു. പേടമാന്റെ കാലിന്റെ പ്രത്യേകത എന്താണ്? ദൈവം പേടമാന്റെ കാലിന് ഒരു കവചം ഒരുക്കിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ
കല്ലും മുള്ളും നിറഞ്ഞ വഴിയിലൂടെ നടക്കുകയും ഓടുകയും ചെയ്താലും അതിനൊന്നും സംഭവിക്കില്ല. കാരണം ദൈവം അതിൻ്റെ കാലിന് ഒരു കവചം സൃഷ്ടിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ യഹോവ എൻ്റെ കാൽ പേടമാൻ കാൽ പോലെ ആക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? എൻ്റെ ദൈവം എനിക്ക് ചുറ്റും ഒരു സംരക്ഷണ വലയം കെട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊന്നും എന്നെ എൻ്റെ കുടുംബത്തെയും ബാധിക്കത്തില്ലെന്നാ പ്രവാചകൻ പറയുന്നത്. ദൈവമാണ് എൻ്റെ സംരക്ഷണം. ആദ്യം പറഞ്ഞു എൻ്റെ ദൈവമാണ് എൻ്റെ ബലം. രണ്ടാമത് പറയുകയാണ് എൻ്റെ ദൈവമാണ് എൻ്റെ സംരക്ഷണം. ഇസ്രായേൽ രാജ്യത്തെ ഒരുപാട് ബാഹ്യ ശക്തികൾ ആക്രമിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഹബക്കൂക്ക് പ്രവാചകൻ ഇത് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, എൻ്റെ ദൈവമാണ് എൻ്റെ സംരക്ഷണം. ഇത് തന്നെ 127 സങ്കീർത്തനത്തിൽ ശലോമോൻ രാജാവും പറയുന്നുണ്ട്, യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാർ വെറുതെ ജാഗരിക്കുന്നു. അതായത് ഈ കാവൽക്കാരെ പട്ടണത്തിന് കാക്കാൻ വിശ്വസിച്ചേൽപ്പിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ഈ കാവൽക്കാരെ പട്ടണം ദേശം കാക്കാൻ വിന്യസിച്ചിരിക്കുന്ന ഈ രാജാവ് തന്നെ ദീർഘനിശ്വാസം ഇട്ടുകൊണ്ട് പറയുകയാണ്, ഇവരൊക്കെ ഉണ്ടെങ്കിലും യഥാർത്ഥത്തിൽ എൻ്റെ രാജ്യത്തെ എൻ്റെ ദേശത്തെ കാക്കുന്നത് എൻ്റെ ദൈവമാ. എത്രയോ പ്രാവശ്യം നമ്മുടെ കാലിടറി പോയിട്ടുണ്ട്, വീഴാതെ എത്രയോ പ്രാവശ്യം വീണു പോയിട്ടും തകർന്ന് തരിപ്പണമായി പോകാതെ ഈ പരുവത്തിലെങ്കിലും ഞാനും എൻ്റെ കുടുംബവും നിലനിൽക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് ഈ ശുശ്രൂഷ വന്നിരുന്ന് സംബന്ധിക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ കഴിവോ എൻ്റെ പ്രാഗൽഭ്യമോ ഒന്നും അല്ല. സർവശക്തനായ ദൈവം തൻ്റെ കരം എൻ്റെ മേൽ വെച്ചെന്നെ അത്ഭുതകരമായിട്ട് നടത്തിയത് കൊണ്ട് മാത്രമാണ്. എൻ്റെ അപ്പാ, നീ ഉള്ളത് കൊണ്ട്, നീ എനിക്ക് ചുറ്റും വേലി കെട്ടിയത് കൊണ്ട് മാത്രമാണ് ഞാനും എൻ്റെ കുടുംബവും നിലനിൽക്കുന്നത്. അപ്പോ ഈ ഹബക്കൂക്ക് വിളിച്ചു പറയാണ്, ഇതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. കാരണം എനിക്കും എൻ്റെ കുടുംബത്തിന് ചുറ്റും കവചം ഒരുക്കിയിരിക്കുന്നത്. കവചം വേലി കെട്ടി സംരക്ഷിക്കും. ഇയ്യോബിന്റെ പുസ്തകം 1:10 ഇയ്യോബിനോ അവന്റെ ഭവനത്തിന് അവനുള്ള സ്ഥലത്തിന് ചുറ്റും വേലി കെട്ടി. സക്കറിയ പ്രവാചകൻ പറയുന്നുണ്ട്, എനിക്ക് ചുറ്റും അഗ്നിയുടെ മതിൽ കെട്ടി. ഇതുപോലൊക്കെ എന്നെ സംരക്ഷിക്കുന്ന, എന്നെയും എൻ്റെ കുടുംബത്തെയും സംരക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. സംരക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. അപ്പോ രണ്ടാമത്തെ ചിന്ത അതാണ്, ഇതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷേ നമ്മളങ്ങ് ടെൻഷനാകുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒന്നിന്റെ ആവശ്യമില്ല. കാര്യം നമുക്ക് ചുറ്റും സംരക്ഷണം ഒരുക്കിയിരിക്കുന്നത് സർവശക്തനായ ദൈവമാണ്. ഇവിടെ പ്രവാചകൻ വിളിച്ചു പറഞ്ഞ പോലെ പറ, പേടമാൻ കാൽ പോലെ എന്നെ എൻ്റെ കുടുംബത്തെ ആക്കുന്ന, അതായത് ദൈവം തന്നെ ഒരു സംരക്ഷക കവചമൊരുക്കി എന്നെയും എൻ്റെ കുടുംബത്തെയും സംരക്ഷിക്കുന്നു എന്ന് പറയാൻ പ്രിയപ്പെട്ടവരെ നമ്മളെ കൊണ്ട് സാധിക്കണം. എന്നാൽ ഇതിൻ്റെ ഇടയ്ക്ക് ചില പ്രതിസന്ധികൾ എന്തുകൊണ്ടാണ് കർത്താവ് വരുന്നത്? ചില പ്രതിസന്ധികളൊക്കെ തകർച്ചയൊക്കെ വരുന്നുണ്ടല്ലോ. ഇത്രയും പ്രാർത്ഥിച്ചിട്ടും മറുപടി ഇല്ലല്ലോ. ഒരുപാട് പ്രാർത്ഥിച്ചിട്ടും മറുപടിയില്ല. ഓരോ ദിവസവും സഹനങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്, തകർച്ചകളൊക്കെ കൂടിക്കൂടി വരികയാണ്. ചുറ്റും നോക്കുമ്പോൾ ആർക്കും ഇല്ലാത്ത സഹനങ്ങളാണ് ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആർക്കും ഇല്ലാത്ത, ചുറ്റും നോക്കുമ്പോൾ ആർക്കും ഇല്ലാത്ത പ്രശ്നങ്ങളാണല്ലോ തമ്പുരാൻ എനിക്ക് മാത്രം, എൻ്റെ കുടുംബത്തിന് മാത്രം എന്താ തമ്പുരാൻ ഇങ്ങനെ സംഭവിക്കണത്? അച്ഛൻ ഇവിടെ നിന്ന് വിളിച്ചു പറയുന്നു, പേടമാൻ കാല് പോലെയൊക്കെ എന്നെ എൻ്റെ കുടുംബത്തെ ആക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ഇത് ആർക്കും ഇല്ലാത്ത പ്രശ്നങ്ങൾ എൻ്റെ കുടുംബത്തിൽ, ആർക്കും ഇല്ലാത്ത പ്രതിസന്ധികൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്, ആർക്കുമില്ലാത്ത തകർച്ചകളാണ് എൻ്റെ കുടുംബത്തിൽ ഉണ്ടാകുന്നത്. എൻ്റെ സഹോദര, ഒരു കാര്യം മനസ്സിലാക്കുക. ഈ തമ്പുരാന്റെ മുമ്പിൽ മുഴങ്കാലം അടക്കി തമ്പുരാന്റെ പൊന്നുമുഖത്തേക്ക് നോക്കി തമ്പുരാനിൽ ആശ്രയിക്കാൻ നീ തയ്യാറായാൽ, ആർക്കുമില്ലാത്ത സങ്കടങ്ങളിലൂടെ നീ കടന്നു പോവുകയാണെങ്കിലും, ആർക്കുമില്ലാത്ത പ്രശ്നങ്ങളിലൂടെ നീ കടന്നു പോവുകയാണെങ്കിലും, അതൊക്കെ ആർക്കുമില്ലാത്ത ചില അനുഗ്രഹം ദൈവം തരാൻ വേണ്ടിയാണെന്ന് മറന്നു പോകരുത്. ചില സഹനങ്ങൾ അങ്ങനെയാ, തമ്പുരാൻ ആർക്കും ഇല്ലാത്ത അനുഗ്രഹം. പ്രിയപ്പെട്ടവർ, എനിക്ക് +2 കഴിഞ്ഞ് യഥാർത്ഥത്തിൽ ഞാനൊരു ചെറിയ എക്സാമൊക്കെ എഴുതി എനിക്ക് ഫിസിയോതെറാപ്പിക്ക് ചേരാൻ തീരുമാനിച്ചു. സെമിനാരിൽ പോകുന്ന ആഗ്രഹമൊന്നും എനിക്കില്ലായിരുന്നു ആ സമയത്ത്. ഫിസിയോതെറാപ്പി BPTക്ക് പഠിക്കാൻ ഇവിടെ എറണാകുളത്ത് ഞാനും എൻ്റെ അമ്മാച്ചൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ ആങ്ങളാണ്. അമ്മാച്ചനും കൂടെ അവിടുന്ന് കോട്ടയത്ത് നിന്ന് ട്രെയിനൊക്കെ കയറി പോരുവാണ്. എറണാകുളത്ത് വന്നിറങ്ങി. അപ്പോൾ എനിക്ക് ഇന്ന സമയത്ത് 11 മണി സമയത്ത് എറണാകുളത്ത് ഒരു കോളേജിൽ വന്ന് ചേരണം. വരുന്ന സമയത്ത് കാഞ്ഞിരമറ്റം കഴിഞ്ഞ് കാഞ്ഞിരമറ്റത്തിന് മുളന്തുരുത്തിക്ക് ഇടയ്ക്ക് വെച്ച് മണ്ണിടിഞ്ഞു. അന്ന് മണ്ണിടിഞ്ഞ് ട്രാക്കിലേക്ക് വീണിട്ട് ട്രെയിൻ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, നമുക്കൊട്ട് ഇറങ്ങി പോകാനും മേലാത്തൊരു സ്ഥലത്ത് ട്രെയിൻ വിട്ടുപോയി. 11 മണിക്ക് ചെല്ലേണ്ട ഞങ്ങൾ 4 മണിക്കാണ് കോളേജിൽ ചെന്നത്. ഒരു നിവൃത്തിയില്ല, തിരിച്ചു പൊക്കോളാൻ പറഞ്ഞു. വലിയ സങ്കടവും നിരാശയായിരുന്നു എനിക്ക്. കാര്യം അന്നൊക്കെ ആഗ്രഹം എന്താ, ഫിസിയോതെറാപ്പി പഠിക്കണം, അതിൻ്റെ ബാക്കി പഠിക്കണം, വിദേശത്ത് പോകണം, കാശ് വാരണം, അതൊക്കെയാണ് ആഗ്രഹം. പ്രിയപ്പെട്ടവർ, അങ്ങനെ അഡ്മിഷൻ കിട്ടാതെ അഡ്മിഷൻ കിട്ടിയ അഡ്മിഷൻ നഷ്ടപ്പെട്ട അവസ്ഥ തിരിച്ചു വന്ന് വെറുതെ ഒരു വർഷം എന്ത് ചെയ്യും? അങ്ങനെ ഡിഗ്രിക്ക് കയറും. ആ കാലഘട്ടത്തിലാണ് ശരിക്കും ദൈവം എന്നെ പിടിക്കണത്.
ആ കാലഘട്ടത്തിലാണ് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. അങ്ങനെയാണ് ദൈവത്തിങ്കിലേക്കും സുവിശേഷത്തിലേക്കും വരുന്നത്. ഒരു സുവിശേഷകനാണെന്നുള്ള ആഗ്രഹത്തിൽ നിന്നാണ് ശരിക്കും വൈദികനായത് തന്നെ. ബൈബിൾ കയ്യിലെടുക്കുന്നത് ആ കാലഘട്ടത്തിലാണ്. യഥാർത്ഥത്തിൽ അന്നുണ്ടായ ആ തടസ്സം, അന്ന് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കുറേ ദിവസത്തെ എനിക്ക് സങ്കടം. ആ പിറ്റേ ആഴ്ച ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ഗായക സംഘത്തിലൊക്കെ ഉണ്ടായിരുന്നു പള്ളിയിൽ. പിറ്റേ ആഴ്ച ഞാൻ പള്ളിയിൽ പോയില്ല, ഗായക സംഘത്തിൽ അറ്റൻഡ് ചെയ്ത് വല്ലാത്ത നിരാശയായിരുന്നു. പക്ഷേ ചില സഹനങ്ങൾ നന്മയിലേക്കുള്ള ഇടദൂരങ്ങളാണ്. നിന്റെ ജീവിതത്തിൽ നീ അനുഭവിക്കുന്ന ചില സഹനങ്ങൾ നന്മയിലേക്കുള്ള ഇടദൂരങ്ങളാണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ പട്ടയൊക്കെയാണ്, ഷമ്മാശനാകാൻ. അപ്പം ഞാൻ ഒരു കുപ്പായിട്ട് ആ കാണുന്ന ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് എൻ്റെ അപ്പൻ അന്ന് ആ സമയത്ത് 6 വർഷമായിട്ട് എൻ്റെ അപ്പൻ വയ്യാതെ തളർന്ന് കിടക്കുകയാണ്. അപ്പന് പട്ടം കൊടക്കൊന്നും വരാൻ സാധിച്ചില്ല. അപ്പോൾ എനിക്ക് വലിയ സങ്കടം അപ്പൻ്റെ കടപ്പ് കാണുമ്പോൾ. ദേഹം മുഴുവൻ നീര്, ദേഹമൊക്കെ പൊട്ടി, വല്ലാത്ത അവസ്ഥയാണ്. വലിയ സങ്കടമായിരുന്നു എനിക്ക്. പ്രിയപ്പെട്ടവരെ, പട്ടയേറ്റ് കഴിഞ്ഞപ്പോൾ എനിക്കറിയാം ഈ ലോകത്ത് ഏറ്റവും എൻ്റെ ദേഹത്ത് കുപ്പായം കഴിഞ്ഞു. പള്ളിക്കാരുടെ അനുമോദനം, ഭദ്രാസനത്തിൻ്റെ അനുമോദനം, ഇതൊക്കെ ഞങ്ങൾ 2 പേരാണ് പട്ടയേറ്റത്. ഇതെല്ലാം എനിക്കിതെങ്ങനെയെങ്കിലും കഴിഞ്ഞാൽ മതി. കാര്യം ഈ കുപ്പായിട്ടുകൊണ്ട് നേരെ അപ്പന് തുമ്പിൽ ചെന്ന് നിൽക്കണം. കാര്യം ഈ ലോകത്ത് ഏറ്റവും അധികം ഞാൻ ഈ കുപ്പായിടണം, ഒരു പൗരോഹിത്യ സ്ഥാനത്തേക്ക് വരണമെന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിന് അപ്പനാണ്. അപ്പനിന്ന് കാണാനൊക്കെ അത് വീട്ടിൽ ഇങ്ങനെ എനിക്കറിയാം. ആ ജനലിൽ കൂടെ വെളിയിലേക്ക് നോക്കിക്കൊണ്ട് കിടക്കുകയാണ്, ആഗ്രഹിച്ച് നോക്കിയിരിക്കാൻ എനിക്കറിയാം. അതുകൊണ്ട് ഈ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് അന്നേരം ഞാൻ എൻ്റെ അനിയനോട് ബൈക്ക് എടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ ബൈക്കിൻ്റെ പുറകിൽ ചേറി ഞാൻ എൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചോ എൻ്റെ അപ്പൻ ഇങ്ങനെ നോക്കിക്കിടക്കുക. ഞാൻ ചെന്നപാടെ അപ്പനെ ഇങ്ങനെ എഴുന്നേപ്പിച്ചിരുത്തി. അപ്പൻ എന്നെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, എനിക്കിപ്പോൾ എൻ്റെ ദൈവത്തോട് സങ്കടമില്ല, എൻ്റെ ദൈവത്തോട് എനിക്ക് പരാതിയില്ല. 6 വർഷം ഈ കടക്കെ കിടന്ന് ഞാൻ അനുഭവിച്ചതാണ് ഇന്നീ കാണുന്ന കുപ്പായം. 6 വർഷം ഞാൻ ഈ കിടക്കെ കിടന്ന് അനുഭവിച്ചതാണ് എൻ്റെ മകൻ ഈ കുപ്പായിട്ട് നിൽക്കുന്നത്. ഞാൻ മനസ്സിലായി 6 വർഷം എൻ്റെ അപ്പൻ കടക്കപ്പായ കിടന്ന് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമാണ് ഞാൻ ഇട്ടേക്കുന്ന ഈ കുപ്പായം. ആർക്കും ഇല്ലാത്ത സഹനം എന്താ അപ്പ എനിക്ക് മാത്രം തരുന്നേ? ആർക്കും ഇല്ലാത്ത വേദന എന്താ അപ്പ എനിക്ക് മാത്രം തരുന്നെന്ന് ചോദിച്ചാൽ, ആർക്കും ഇല്ലാത്ത ചില അനുഗ്രഹം നിന്നെ നിന്റെ കുടുംബത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയാ. ആർക്കുമില്ലാത്ത ചില സഹനങ്ങൾ, ആർക്കുമില്ലാത്ത വേദനകൾ, ആർക്കുമില്ലാത്ത പ്രതിസന്ധി നിന്റെ കുടുംബത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ, ആർക്കുമില്ലാത്ത ചില അനുഗ്രഹം നിന്റെ കുടുംബത്തിലേക്ക് എത്താനുള്ള വാതിലാണത്. പ്രിയപ്പെട്ടവരെ, അപ്പോ തമ്പുരാനോട് പരിഭവിക്കരുത്. അപ്പൊ എൻ്റെ ദൈവമാണ് എൻ്റെ സംരക്ഷണം. ഇപ്പം 4ാമത്തെ കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്, 4ാമത്തെ ചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ്. വളരെ വേഗത്തിൽ പോവാണ്. അപ്പോൾ യഹോവ ദൈവമാണ് എൻ്റെ ബലം, 2 ദൈവമാണ് എൻ്റെ സംരക്ഷണം. 3ാമത്തെ കാര്യം കടക്കുകയാണ്. 3ാമത് അവസാനമായിട്ട് ആ പുസ്തകം തന്നെ അവസാനിക്കുകയാണ്. ആ പുസ്തകത്തിൻ്റെ തന്നെ അവസാനത്തെ കാര്യം, അവൻ എന്നെ ഉന്നതങ്ങളിൽ തന്നെ അവൻ എന്നെ നടത്തുമാറാക്കും പറയുകയാണ്. ഹബക്കൂക്ക് പ്രവാചകൻ പറയുകയാണ്, ഞാൻ ഈ പ്രതിസന്ധിയുടെ മധ്യേയും ഞാൻ ഘോഷിച്ചുല്ലസിക്കും. ഞാൻ ഈ പ്രശ്നങ്ങളുടെ മധ്യയും ഞാൻ ആർത്ത് ഘോഷിച്ച് ഉല്ലസിക്കും. കാരണം 3ാമത്തെ കാരണം യഹോവയാണ് എൻ്റെ ബലം, യഹോവയാണ് എൻ്റെ സംരക്ഷണം. 3ാമത്തെ കാര്യം പറയാണ്, അവൻ എന്നെ ഉന്നതങ്ങളിൽ നടക്കുമാറാക്കും എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രതീക്ഷ എൻ്റെ ദൈവമാണ്. ഞാൻ ഈ ഘോഷിച്ച് ഉല്ലസിക്കാനുള്ള കാരണം, ഞാൻ എൻ്റെ മക്കളെ നോക്കി ഇന്നുവരെ പ്രതീക്ഷിച്ചിട്ടില്ലെന്ന്, എനിക്ക് എൻ്റെ മക്കളെ നോക്കി ഞാൻ സ്വപ്നം കണ്ടിട്ടില്ലെന്ന്, എൻ്റെ കുടുംബത്തെ നോക്കി ഞാൻ സ്വപ്നം കണ്ടിട്ടില്ലെന്ന്, ഞാൻ എൻ്റെ ബിസിനസ് നോക്കി സ്വപ്നം കണ്ടിട്ടില്ല, എൻ്റെ പണം, ബാങ്കിൽ കിടക്കുന്ന പണം നോക്കി ഞാൻ സ്വപ്നം കണ്ടിട്ടില്ല. ഞാൻ ആകപ്പാടെ നോക്കിയിട്ടുള്ളത് എൻ്റെ തമ്പുരാന്റെ മുഖത്തേക്ക് മാത്രമേ ഉള്ളെന്ന്. എൻ്റെ ദൈവം മാത്രമാണ് എൻ്റെ പ്രതീക്ഷ. ഗോഡ് ഈസ് മൈ ഹോപ്പ്. എൻ്റെ ദൈവം മാത്രമാണ് എൻ്റെ പ്രതീക്ഷ എന്ന് പറയാം. ഇവിടെ കാണുക, ഉന്നതങ്ങളുമേൽ, വചനമുള്ളവര് നോക്കിയാൽ കാണാം, ഉന്നതങ്ങളുമേൽ നടക്കുമാറാക്കും എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? നടക്കുമാറാക്കും എന്ന് പറഞ്ഞാൽ നീ ഇതുവരെ എത്തേണ്ടിടത്ത് നീ എന്തിനാ ഇങ്ങനെ തല കുനിച്ചിരിക്കുന്നത്? ഇത് കേൾക്കുന്നവരോട് ദൈവം പറയാണ്, നീ എത്തേണ്ടിടത്ത് എത്തിച്ചില്ല, പക്ഷെ നിന്നെയും നിന്റെ കുടുംബത്തെയും തമ്പുരാൻ എത്തിക്കേണ്ടിടത്ത് എത്തിക്കും. ചുറ്റും എന്തൊക്കെ പ്രശ്നങ്ങളുടെ വലിയ തിരമാലകൾ വന്നാലും സഹോദര സഹോദരി, നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ മക്കളെയും തമ്പുരാൻ എത്തിക്കേണ്ടിടത്ത് എത്തിക്കും. ഹബക്കൂക്ക് പറയാണ്, ചുറ്റും എന്തു ആയിക്കോട്ടെ, പ്രശ്നങ്ങൾ എന്തു ആയിക്കോട്ടെ, പ്രതിസന്ധി എന്തു ആയിക്കോട്ടെ, എന്നെയും എൻ്റെ കുടുംബത്തെയും എത്തിക്കേണ്ടിടത്ത് എത്തിക്കുന്ന ഒരു ദൈവം ഇന്നും ജീവനോട് ഇരിക്കുന്നത് കൊണ്ട്, ഹല്ലേലൂയ, അങ്ങനെ ഒരു ദൈവം ജീവനോടിരിക്കുന്നത് കൊണ്ട് എനിക്ക് ഒരു ടെൻഷനുമില്ല. ഞാൻ ഘോഷിച്ച് ഉല്ലസിക്കും. എൻ്റെ ദൈവമാണ് എൻ്റെ പ്രതീക്ഷ. ഗോഡ് ഈസ് മൈ ഹോപ്പ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ബൈബിൾ എന്ന് പറയുന്നതിന് പ്രതീക്ഷയുടെ പുസ്തകമാണ്. ഈ ബൈബിള് പ്രതീക്ഷയുടെ പുസ്തകമാണ്.
ഈ ബൈബിൾ കയ്യിലേന്തിയിട്ടുള്ളവരാരും ഇന്ന് വരെ തകർന്നു പോയിട്ടില്ല, തരിപ്പണമായി പോയിട്ടില്ല. ഈ ബൈബിൾ കയ്യിലേന്തിയിട്ടുള്ളവരാരും ഇന്ന് വരെ തകർന്നു പോയിട്ടില്ല. അവരും അവരുടെ തലമുറ നശിച്ചു പോയിട്ടില്ല. പ്രതീക്ഷയുടെ പുസ്തകമാണ് ഈ ബൈബിള്. ഇന്ന് ഞാൻ എന്തായിരിക്കുന്നോ, എനിക്ക് പ്രത്യേകിച്ച് കഴിവൊന്നും ഉണ്ടായിട്ടുള്ള മനുഷ്യനല്ല. പ്രിയപ്പെട്ടവരെ, കഴിവോ പ്രാഗൽഭ്യമൊന്നും ഉള്ള മനുഷ്യനല്ല. ഞാൻ ആകെപ്പാടെ ഈ ബൈബിള് കയ്യിലെടുത്തു എന്നുള്ളത് മാത്രമാണ് എൻ്റെ യോഗ്യത. ഒരു യോഗ്യതയില്ല, ഒരു യോഗ്യതയും പറയാൻ എനിക്കില്ല കേട്ടോ. ഈ ബൈബിള് കയ്യിലെടുത്തു, അത് വായിക്കുന്നു, അപ്പുറത്ത് യോഗ്യതയൊന്നും പറയാനില്ല. ബൈബിൾ പ്രതീക്ഷയുടെ പുസ്തകമാണ് കേട്ടോ. അപ്പൊ ദൈവമാണ് എൻ്റെ പ്രതീക്ഷ. ഇവിടെ ബൈബിളിനകത്ത് 2 വാക്യങ്ങളുണ്ട്, നമ്മൾ മറന്നു പോകരുത്. പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കുന്ന കാര്യമാണ് ദൈവത്തെ. 2 പദങ്ങളുണ്ട്, മറന്നു പോകരുത്. തൽസമയം, തക്ക സമയം. നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കിയാൽ തന്നെ ഈ നിരാശയൊക്കെ മാറും. ബൈബിളിലുള്ള 2 പദങ്ങളാണ് തൽസമയം, തക്ക സമയം. എന്താണ് ഈ തൽസമയം, എന്താണ് ഈ തക്ക സമയം? തൽസമയം എന്ന് പറഞ്ഞാൽ കൃത്യം ആ സമയം, ആ സെക്കൻഡ്, ആ നിമിഷം. അതായത് ഉദാഹരണമായി ഒരു പ്രതിസന്ധിയിൽ നമ്മൾ പെടുകയാണെങ്കിൽ ആ പെടുന്ന ആ സമയം, നമ്മൾ വിചാരിക്കുന്ന ആ സമയം, ആ തൽസമയത്ത് ഇടപെടുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 16-ാം വാക്യം, എബ്രായർ 4:16 വചനം വളരെ വ്യക്തമായിട്ട് പറയാണ്, തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനായി നാം ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് അടുത്തു ചെല്ലുക എന്ന് പറഞ്ഞാൽ, തൽസമയത്ത് വിടുതലല്ല നിനക്ക് ഒരുപക്ഷെ കിട്ടാൻ പോകുന്നത്, തൽസമയത്ത് കൃപയാണ്. എന്ന് പറഞ്ഞാൽ നിന്റെ സഹനം, പ്രശ്നങ്ങളുടെ മധ്യേ നീ മുഴങ്കാല് മടക്കുമ്പോൾ ഉടൻ തന്നെ നിനക്ക് സൗഖ്യമല്ല വിടുതൽ കിട്ടുമോ നല്ല വചനം പറയുന്നത്. അതിന് പിടിച്ചു നിൽക്കാൻ, തരണം ചെയ്യാനുള്ള ഒരു കഴിവ് ദൈവം ആദ്യം നിനക്ക് അങ്ങോട്ട് തരും. നീ നിരാശപ്പെടരുത്, നീ നിരാശപ്പെടരുത്. തൽസമയത്ത് നീ നിരാശപ്പെടരുത്. കാരണം തൽസമയത്ത് തന്നെ ഒരു വിടുതൽ അല്ല ഒരുപക്ഷെ നിനക്ക് ഉണ്ടാകാൻ പോകുന്നത്. തൽസമയത്ത് എബ്രായർക്ക് എഴുതിയ ലേഖനം 4:16 വചനം പറയുന്നു, തൽസമയത്ത് നിനക്ക് ലഭിക്കാൻ പോകുന്നത് എന്താണ്? തൽസമയത്ത് ലഭിക്കാൻ പോകുന്നത് എന്താണ്? ഇതാ കൃപയാണ്. അതായത് ഈ പ്രശ്നമൊക്കെ ഒന്ന് നേരിടാൻ, അതൊന്ന് ഫേസ് ചെയ്യാൻ, അതിന്റെ മധ്യം ഒന്ന് നടക്കാനുള്ള ഒരു വലിയ കൃപ. എൻ്റെ ഒരു സുഹൃത്തിന്റെ സുഹൃത്ത് മലപ്പുറമാണ്. വിവാഹം കഴിച്ച് പിറ്റേ ദിവസം ബൈക്കില് ഭാര്യയും ഭർത്താവും വിവാഹം കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസമാണ് ഒരു ബന്ധു വീട്ടിലേക്ക് വിരുന്നിന് വേണ്ടി പോവാണ്. പെട്ടെന്ന് ബൈക്കിൽ നിന്ന് തന്നെ ഈ ഭാര്യ കുഴഞ്ഞ് നിലത്തോട്ട് വീണു. എടുത്ത് ആശുപത്രി ചെന്നു. എന്താ സംഭവം എന്ന് മനസ്സിലായില്ല. നേരെ ICUയിലേക്കാണ് കയറ്റുന്നത്. ഒരുപാട് എന്താ നീ പയ്യനൊന്നും മനസ്സിലാവുന്നില്ല. 2 വീട്ടുകാർക്കൊന്നും മനസ്സിലാവുന്നില്ല. വിശദമായ ചെക്കപ്പിന് ശേഷം മനസ്സിലാവുകയാണ് ഈ പെൺകുട്ടിക്ക് ഒരു മാറാ രോഗമുണ്ടായിരുന്നു. ഇതിപ്പോഴാണ് തിരിച്ചറിയുന്നത്. അതായത് ലക്ഷത്തിലോ കോടിയിലൊക്കെ ആളുകൾക്ക് വരുന്ന ഒരു മാറാ രോഗമാണ് ഈ പെൺകുട്ടിക്ക്. എൻ്റെ പ്രിയപ്പെട്ടൊരു 5 വർഷമായി ഈ സംഭവം നടന്നിട്ട്. 5 വർഷമായിട്ട് ആ പെൺകുട്ടിയുടെ വീട്ടുകാർ പോലും പറഞ്ഞു, ഞങ്ങൾ നിന്നെ ചതിച്ചല്ലോ കേട്ടോ, നീ ഞങ്ങളുടെ മോളെ ഉപേക്ഷിച്ചു, നീ എന്തിനാ നിന്റെ ജീവിതം കളയുന്നത് പറഞ്ഞിട്ട് പോലും ഗൾഫിലെ ജോലി ഉപേക്ഷിച്ചിട്ട് ഇവിടെ വന്ന് ഈ 5 വർഷമായിട്ട് പ്രതീക്ഷയോടെ തൻ്റെ ഭാര്യയെ ചികിത്സിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ എനിക്കറിയാം. പ്രിയപ്പെട്ടവരെ, ചെറുപ്പക്കാരൻ പറയാ, അച്ഛാ ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ ഭാര്യ എഴുന്നേറ്റ് നടക്കണം. വൈദ്യശാസ്ത്രം പറയുന്നു മാറാ രോഗമാണ്, പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ ഭാര്യ എഴുന്നേറ്റ് നടക്കും. പ്രിയപ്പെട്ടവരെ, തൽസമയത്ത് അത് നേരിടാൻ ചിലപ്പോൾ തമ്പുരാൻ കൃപയാണ് തരുന്നത്. തൽസമയത്ത് ദൈവത്തിൻ്റെ ഒരു സമയമുണ്ട്, അതാണ് തക്ക സമയം. ആ സമയത്താണ് വിടുതൽ ലഭിക്കുക. അപ്പോൾ തൽസമയത്ത് സഹായത്തിനുള്ള കൃപയും തക്ക സമയത്ത് വിടുതലും നൽകി നമ്മുടെ ദൈവം അനുഗ്രഹിച്ചോളും. അപ്പൊ ഇപ്പോഴും തന്നെ ആ പ്രശ്നം മാറിപ്പോകുന്നുള്ളതല്ല, ഈ പ്രശ്നം തരണം ചെയ്യാൻ, ഫേസ് ചെയ്യാനുള്ള കൃപ ദൈവം നൽകും. തക്ക സമയത്ത്, ദൈവത്തിൻ്റെ ഒരു സമയത്ത് നിന്റെ ജീവിതത്തിലെ ഈ പ്രശ്നങ്ങളെല്ലാം മാറിപ്പോകുമെന്ന് ദൈവമാണ് എൻ്റെ പ്രതീക്ഷ, ദൈവമാണ് എൻ്റെ പ്രതീക്ഷ. പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തി പുസ്തകം 22 നമ്മൾ തീർക്കാൻ പോവാണ്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം നമ്മൾ കാണുന്ന അനുഗ്രഹകരമായ ഒരു സംഭവമുണ്ട്. മോറിയ മല കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, അബ്രഹാമിനെ ദൈവം വിളിച്ചിട്ട് പറഞ്ഞു, നീ മോറിയ ദേശത്തേക്ക് പോകണം. മോറിയ ദേശത്ത് ഞാൻ കാണിച്ചു തരുന്ന മലയുടെ മുകളിലേക്ക് നീ നിന്റെ മകനെ കൊണ്ടുപോകണം. അവിടെ വെച്ച് അവനെ ഹോമയാഗം അർപ്പിക്കണം. അബ്രഹാം തകർന്നു പോയി. അബ്രഹാം തൻ്റെ കുഞ്ഞിനെയും കൊണ്ട് പോവുകയാണ്. ദിവസങ്ങൾ യാത്ര ചെയ്ത് മോറിയ ദേശത്തെത്തി. ദൈവം കാണിച്ചു തന്ന മലയുടെ ചൂട്ടിലെത്തി. വേലക്കാരെ അവരെ നിർത്തിയിട്ട് ഈ സംഭവം നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. ഇതാ തൻ്റെ മകൻ ഇസഹാക്കിന്റെ തലയിലേക്ക് വിറകൊക്കെ വെച്ചു കൊടുത്തു. ഇതാ ഇസഹാക്കും അബ്രഹാമും മാത്രമായിട്ട് മോറിയ മല കയറുന്ന സമയത്ത് 7-ാം വാക്യത്തിൽ കാണുന്നുണ്ട്, ഇസഹാക്ക് ചോദിക്കുകയാണ്, അപ്പാ തീയും വിറകുമുണ്ട്, എന്നാൽ ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെ? പ്രിയപ്പെട്ടവരെ, അബ്രഹാം പറയുന്ന മറുപടി, ദൈവം കരുതിക്കൊള്ളും.
ഇനി പറയുന്ന കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഇത്രയും കാര്യം നിങ്ങൾ വായിച്ചും പ്രസംഗം കേട്ടും ഒരുപാട് അറിയാം. പക്ഷെ ഇനി പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ചേ. പ്രിയപ്പെട്ടവരെ, ദൈവം കരുതിക്കൊള്ളുമെന്ന് അബ്രഹാം പറയുമ്പോഴും ശ്രദ്ധിച്ചേ, ദൈവം കരുതിക്കൊള്ളുമെന്ന് അബ്രഹാം പറയുമ്പോഴും ഈ മലയുടെ മുകളിൽ എന്താ സംഭവിക്കാൻ പോകുന്ന ഒരു ഉറപ്പുമില്ല. ദൈവം കരുതിക്കൊള്ളുമെന്ന് അബ്രഹാം പറയുമ്പോഴും ഈ മലയുടെ മുകളിൽ എന്താ സംഭവിക്കാൻ പോകുന്നെന്ന് അബ്രഹാമിന് ഉറപ്പുമില്ല. ഇന്ന് നമ്മൾ ചോദിക്കുക, അബ്രഹാമേ ആ മലയുടെ മുകളിൽ എന്താ സംഭവിക്കാൻ പോകുന്നത് ഒരു ഉറപ്പുമില്ല. എന്നിട്ട് നീ ഉറച്ച കാൽവെപ്പോടുകൂടി നിന്റെ മകനെ കൊണ്ട് ആ കത്തിയും വിറകും ഒക്കെ എടുത്തോണ്ട് നീ എങ്ങനെ മോറിയ മലയിലേക്ക് കയറി എന്ന് ചോദിച്ചാൽ അബ്രഹാം ഇന്ന് രാത്രി പറയുന്നൊരു മറുപടിയുണ്ട്. ആ മലയുടെ മുകളിൽ കയറി ചെല്ലുമ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത് എനിക്കറിയത്തില്ല, പക്ഷേ ആ മലമുകളിൽ എൻ്റെ ദൈവമുണ്ടെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ധൈര്യം. പ്രിയപ്പെട്ടവരെ, ആ മലമുകളിൽ എൻ്റെ ദൈവമുണ്ട്. നാളെയാകുന്ന ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിന് എനിക്ക് എന്ത് സംഭവിക്കാൻ പോകുന്ന എനിക്കൊരു അറിവില്ല. പക്ഷെ നാളെയാകുന്ന ജീവിതത്തിൽ എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ധൈര്യം. ഏറ്റവും വലിയ ധൈര്യം. ഇവിടെ അടുത്തൊരു പള്ളിയിൽ ഞാനൊരു 2-3 ആഴ്ച മുമ്പ് പ്രസംഗിക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ്, ഇവിടെ അടുത്താണ് ഉരക്കാട്. അത് കഴിഞ്ഞ് പ്രസംഗം കഴിഞ്ഞ സമയത്ത് വികാരി അച്ഛന് വന്നൊരു മെസ്സേജ്. ഭക്ഷണം കഴിക്കുമ്പോൾ വികാരി അച്ഛൻ എന്നെ കാണിച്ചു. ഇടവകയിൽ വലിയൊരു അസുഖബാധിതരായിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, വലിയ പ്രായമൊന്നുമില്ല. ആ ചെറുപ്പക്കാരന് ഈ മെസ്സേജ് കേട്ടിട്ട് അയച്ചേക്കാണ്. അതെ, ശരിയാണ് അച്ഛാ, ശരിയാണ്. നാളെയാകുന്ന ജീവിതത്തിൽ എൻ്റെ അസുഖവുമായിട്ട് ഞാൻ ജീവിക്കുകയാണ്. നാളെയാകുന്ന ജീവിതത്തിൽ എന്ത് സംഭവിക്കാൻ പോകുന്നത് എനിക്കറിയത്തില്ല, പക്ഷേ നാളെയാകുന്ന ജീവിതത്തിൽ എൻ്റെ കുടുംബത്തോടൊപ്പം എൻ്റെ ദൈവമുണ്ട്, എനിക്കത് മതി. തമ്പുരാനുണ്ടെന്ന് അത് മതിയെന്ന്. അപ്പോൾ ഇവിടെ പ്രവാചകൻ പറയുകയാണ്, ദൈവമാണ് എൻ്റെ പ്രതീക്ഷ, ദൈവമാണ് എൻ്റെ പ്രതീക്ഷ. ദ ഗോഡ് ഈസ് മൈ ഹോപ്പ്. എന്നെ ഉന്നതങ്ങളിൽ നടക്കുമാറാക്കുന്നൊരു ദൈവമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് കണ്ടത് ഹബക്കൂക്ക് പ്രവാചകന്റെ ജീവിതത്തിലെ ചില സംഭവങ്ങളാണ്. തൻ്റെ ജീവിതത്തിൽ വലിയ നിരാശയുടെ ഒരു കാലഘട്ടത്തിൽ പ്രവാചകൻ വിളിച്ചു പറയുകയാണ്. ഒന്ന് നമ്മൾ കണ്ടു, അത്തിവൃക്ഷം തളർക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൻ്റെ പച്ചപ്പെല്ലാം നഷ്ടപ്പെട്ടു പോയൊരു കാലഘട്ടം. രണ്ടാമതായിട്ട് പറയുകയാണ്, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകിയില്ല. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ചുറ്റുപാടുന്ന ദൈവരാജ്യ അനുഭവങ്ങളെല്ലാം നഷ്ടപ്പെട്ടൊരു കാലഘട്ടം. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ദൈവരാജ്യ അനുഭവം നഷ്ടപ്പെട്ടൊരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുന്നു. ഒലിവ് മരത്തിൻ്റെ പ്രയത്നം നിഷ്ഫലമായി പോയി എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നു, ചുറ്റും നോക്കുമ്പോൾ ഒരു സൗഖ്യം, ഒരു സമാധാനവുമില്ലാത്ത കാലഘട്ടം. ഇതാ ശൂന്യതയുടെ ഫലങ്ങളില്ലാത്ത നിലങ്ങൾ, ഗോശാലകൾ ശൂന്യമാക്കപ്പെട്ടിരിക്കുന്നു. റിസൾട്ട് ഇല്ലാത്ത ശൂന്യതയുടെ ഒരു അനുഭവമാണ് ഉള്ളത്. ഈ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞിട്ട് ഈ പ്രവാചകൻ പറയും, എന്നാൽ ഇതിൻ്റെയൊക്കെ മധ്യേ ഞാനും എൻ്റെ കുടുംബവും ഘോഷിച്ച് ഉല്ലസിക്കും. ഞങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് ഘോഷിച്ച് അങ്ങോട്ട് ഉല്ലസിക്കും. കാരണം എന്താ? ലോകമേ, നിന്നെ നോക്കിക്കൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. ഒന്നാമത്തെ പ്രവാചകൻ പറയുകയാണ്, യഹോവയ ദൈവമാണ് എൻ്റെ ബലം, ദൈവമാണ് എൻ്റെ ബലം, ലോകമല്ല എൻ്റെ ബലം, എൻ്റെ സമ്പത്തല്ല എൻ്റെ ബലം, എൻ്റെ കുടുംബമല്ല എൻ്റെ ബലം, ദൈവമാണ് എൻ്റെ ബലം. അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല, ഞാൻ സന്തോഷിച്ച് ഉല്ലസിക്കും. 2, ലോകത്തിലേക്കല്ല സംരക്ഷണത്തിന് വേണ്ടി ഞാൻ നോക്കുന്നത് എൻ്റെ ദൈവത്തിൻ്റെ പൊന്നുമുഖത്തേക്കാണ്. അതുകൊണ്ട് ദൈവമാണ് എൻ്റെ സംരക്ഷണം. 3, എൻ്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് ലോകമല്ല, ലോകത്തിലുള്ളതല്ല. എൻ്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് എൻ്റെ ദൈവമാണ്. അതുകൊണ്ട് ഞാൻ ഘോഷിച്ച് ഉല്ലസിക്കും. ഗോഡ് ഈസ് മൈ ഹോപ്പ്. എൻ്റെ പള്ളിയിലൊരു അമ്മച്ചിയുണ്ട്, പ്രായ അമ്മച്ചി രസമാണ്. ഞാൻ പള്ളിയിലിരിക്കുമ്പോൾ അമ്മച്ചി എല്ലാ ദിവസവും പള്ളി വരും. വൈകുന്നേരം പള്ളി വന്നിട്ട് ഈ അമ്മച്ചിക്ക് പ്രാർത്ഥിക്കാനൊന്നും അങ്ങനെ അറിയത്തില്ല. അമ്മച്ചി സംസാരിക്കുമ്പോൾ അമ്മച്ചിക്ക് തിരിയുന്നൊന്നുമില്ല. അമ്മച്ചിക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അവസാനം അമ്മച്ചിക്ക് അങ്ങനെ പ്രാർത്ഥനയൊന്നുമില്ല. അമ്മച്ചി കുറേ നേരം അവിടെ വന്നിട്ട് ഇങ്ങനെ മധുബായിക്കകത്തിട്ട് നോക്കും. സൂനോറ പള്ളിയാണ്, അപ്പോൾ സൂനോറയിലേക്കൊക്കെ നോക്കിക്കുക. അവസാനം അമ്മച്ചി ആ നമസ്കാരമേശയുടെ അവിടെ വന്നിട്ട് വിശുദ്ധ ഗ്രന്ഥം മുത്തിയിട്ട് ഒറ്റ ആലയാണ് അങ്ങനെ ഉണ്ട്. എന്നിട്ട് അമ്മച്ചി ഹാപ്പി ആയിട്ട് ഇറങ്ങിപ്പോകും. എന്ന് പറഞ്ഞാൽ എല്ലാം പറഞ്ഞ പോലെ എനിക്ക് പ്രത്യേകിച്ചൊന്നും പ്രാർത്ഥിക്കാനൊന്നും അറിയത്തില്ല, എനിക്ക് പറയേണ്ട കാര്യങ്ങളൊന്നും പറയാൻ എനിക്ക് അറിയത്തില്ല. എല്ലാം പറഞ്ഞ പോലെ ഓരോ ഒറ്റ ആല അരച്ചിട്ട് അമ്മച്ചി ഹാപ്പി ആയിട്ട് ഇറങ്ങിപ്പോകുന്നത് കാണാം. പ്രിയപ്പെട്ടവർ, ദൈവം മാത്രമാണ് എൻ്റെ ബലം, ദൈവം മാത്രമാണ് എൻ്റെ പ്രതീക്ഷ, ദൈവം മാത്രമാണ് എൻ്റെ പ്രതീക്ഷ, എൻ്റെ സംരക്ഷണം.